ഒരുമിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 43:18-19 അത് വായിക്കുക. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പോൾ പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അനുഗ്രഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പരാജയവും വേദനയും തകർച്ചയും നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും ദുഃഖവും അങ്ങനെ തുടങ്ങി പല രീതിയിൽ പിശാചിടുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അനേക ആൾക്കാരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് പറയുന്നത് അവര് ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിലല്ല അവർ ജീവിക്കുന്നത്. ഒരു ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരു ദിവസം അവരുടെ ലൈഫിൽ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ആ ദിവസം മുഴുവനും അവർ വേട്ടയാടുന്നത് പണ്ടത്തെ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അവർ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടു. ഒരു വേട്ട മൃഗത്തെ പോലെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയവും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും നമ്മുടെ ലൈഫിൽ നടന്നതായ നഷ്ടങ്ങളും ദുഃഖങ്ങളും നമ്മളെ ദുഃഖിപ്പിച്ചവരെയും ഒക്കെ നമ്മൾ ഓർത്ത് പഴയ അനുഭവങ്ങൾ പഴയ സംഭവങ്ങൾ പലപ്പോഴും നമ്മളെ വേട്ടയാടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം ഇരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിനകത്താണ്, അവൻ്റെ മനസ്സിനകത്താണ്. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിൻ്റെ തടസ്സം എന്ന് പറയുന്നത് മനസ്സാണ്. എല്ലാവരും എന്ന് പറഞ്ഞാട്ടെ, മനസ്സ്. നമ്മുടെ മനസ്സ് നമ്മളെ കുഴപ്പിക്കും. മനസ്സ് നമ്മളെ ഒരു ദിവസം ചില സമയങ്ങളിൽ നമ്മുടെ മുഖം കണ്ടാൽ അറിയാം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ത്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും വിഷമോ ഭാരമോ ദുഃഖമോ നിരാശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് കാണുമ്പോൾ ആൾക്ക് എന്താ നിരാശപ്പെട്ടിരിക്കുന്നത്, എന്താ വിഷമിച്ചിരിക്കുന്നത്, എന്താ ഭാരപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, അയ്യോ ഇന്ന് എന്ത് പറ്റി, എപ്പോഴും സന്തോഷിച്ച് ചിരിച്ച് നടക്കുന്ന ആളാണല്ലോ, എന്ത് പറ്റി? അപ്പോൾ നമുക്ക് പോലും അറിഞ്ഞുകൂടാ, ജാതികൾ പോലും സാധാരണ ആൾക്കാർ പോലും പറയുന്നൊരു കാര്യമാണ്, പെട്ടെന്ന് നമ്മുടെ മുഖം കണ്ടിട്ട് പറയും സന്തോഷമാണോ ദുഃഖമാണോ നിരാശയാണോ ഭാരമാണോ എന്തെങ്കിലും ചിന്തിക്കുകയാണോ. നിങ്ങളുടെ മനസ്സ് ഇവിടെയല്ല, നിങ്ങളുടെ ചിന്ത ഇവിടെയല്ല, ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പറയും നിന്റെ മനസ്സ് ഇവിടെ അല്ലല്ലോ. പലരും ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ഇവിടെയല്ല മനസ്സ്, ജഡം മാത്രം ഇവിടെ ആയിരിക്കും, മനസ്സ് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് സൈനൈഡിനേക്കാൾ പവറുള്ള കാളകൂട വൃക്ഷം വേണമെങ്കിൽ നിറച്ച് വെച്ചിരിക്കുക നമ്മൾ. അപ്പോൾ അത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അതുപോലെ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കാനിടയാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ ഹൃദയത്തെ ദൈവം തൂക്കി നോക്കുന്നു. നിന്റെ ഹൃദയത്തെ ദൈവം, ആകെ മനുഷ്യൻ തൂക്കി നോക്കിയ പ്രശ്നമില്ല, പക്ഷെ ദൈവം നിന്റെ ഹൃദയത്തെ തൂക്കി നോക്കിയാൽ അത് വിഷയമാണ്. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, നിന്റെ ഹൃദയത്തെ ഞാൻ അളന്ന് തൂക്കുന്നു. നിന്റെ മനസ്സ് പുതുക്കി നീ രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. കാരണം പഴയ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. പഴയ കാര്യങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് വേർപാടിൻ്റെ ദുഃഖം, അപ്പൻ്റെ അമ്മയുടെ മക്കളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ താൻ സ്നേഹിച്ചവരുടെ വേർപാട് നിന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ ദുഃഖത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറയുകയാണ്, അങ്ങനെയുള്ള ചിലരെ കർത്താവ് ഇന്ന് ഒരു വലിയ ഹീലിങ്ങിലോട്ട് നടത്താൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന വേർപാടിൻ്റെ ദുഃഖങ്ങൾ, മരണത്തിൻ്റെ ദുഃഖങ്ങൾ, അത് വളരെയധികം നിന്നെ സ്വാധീനിക്കും. അത് നിന്റെ ജീവിതത്തിൽ ഒരു പെയിനായി കിടക്കും. അത് നിന്റെ ജീവിതത്തെ സ്വഭാവത്തെ ഭയങ്കരമായിട്ട് മാറ്റം ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ പോലും അറിയില്ല. ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു, ചിലപ്പോൾ വയലന്റ് ആകുന്നു, ചിലപ്പോൾ ദേഷ്യപ്പെടുന്നു, ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു, ചില തരത്തിലുള്ള സംസാരങ്ങൾ. ഇതൊക്കെ ഉണ്ടാകുന്നത് ഹൃദയത്തിനകത്ത് ആഴത്തിൽ മനസ്സിനകത്ത് കിടക്കുന്ന പണ്ടത്തെ റിജക്ഷനുകൾ, ആ റിജക്ഷനായ അനുഭവങ്ങൾ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാട്ട്, ഏതൊരു ഹിന്ദി പാട്ട്, ഞാൻ ബോംബെയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഹിന്ദി പാട്ട് അന്ന് എനിക്ക് ഭയങ്കര പ്രിയമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വലിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേറെ എവിടെ ചെന്നാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും.
അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ പണ്ടത്തെ ചില കാര്യങ്ങൾ, അതുപോലത്തെ വാക്കുകളോ അതുപോലത്തെ പ്രവൃത്തികളോ, പഴയ കാലഘട്ടത്തിൽ ആരെങ്കിലും നമുക്ക് ദേഷ്യം വരുന്ന, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവം പണ്ടത്തെ കാലത്തിൽ ആരിൽ നിന്നുണ്ടെങ്കിൽ അതേ കാര്യം മറ്റൊരാൾ ആവർത്തിച്ചാൽ നമ്മൾ വൈലൻ്റാവും. ഹല്ലേലൂയ. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം വേറെ ആരോ നമ്മളോട് പറഞ്ഞ വാക്കുകൾ, വേറെ ആരോ നമ്മളെ പറഞ്ഞ് വേദനിപ്പിച്ചത്, വേറെ ആരോ നമ്മളോട് ചെയ്ത കാര്യം, അത് നമ്മളെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ വീണ്ടും ആവർത്തിച്ചാൽ ആ ആളിനോട് നമ്മൾ വയലൻ്റ് ആവും, പൊട്ടിത്തെറിയും, കൊലപാതകം വരെ നടക്കാം. കാരണം അത് ഉള്ളിൽ കിടക്കുന്ന ദുഃഖത്തിൻ്റെ, വിഷമത്തിൻ്റെ, വേദനയുടെ ഒരു അംശമാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ചിലരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ കിടക്കുന്ന ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം, ചില വാക്കുകൾ, ആരോ പറഞ്ഞ് എപ്പോഴോ പറഞ്ഞ ചില വാക്കുകൾ, നിന്നെ പറഞ്ഞ ചില വാക്കുകൾ, ചില മരണത്തിൻ്റെ, ചില നിരാശയുടെ, വേദനിപ്പിച്ച ചില വാക്കുകൾ, അപമാനിച്ച ചില വാക്കുകൾ, ദുഃഖിപ്പിച്ച ചില വാക്കുകൾ, ചില മരണങ്ങൾ, ചില വേർപെടലുകൾ, ചില ദുഃഖങ്ങൾ, ചില ഉപേക്ഷിച്ച അനുഭവങ്ങൾ, ചില ജോലി കിട്ടാത്ത അനുഭവങ്ങൾ, നിന്നെ സ്നേഹിച്ച് ചതിച്ച അനുഭവങ്ങൾ, നിന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് അവർ മാത്രം കരങ്ങൾ ഉയർത്തി. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള ചില ദുഃഖങ്ങളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാ പറയുകയാണ്, എന്തോ ചില വാക്കുകൾ അത് ആരെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിനക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടോ? 2, നിന്റെ യൗവന കാലഘട്ടത്തിൽ നിന്റെ അപ്പൻ മരിച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടവർ, അവരൊക്കെ കരങ്ങൾ ഉയർത്തിയിട്ട്. അമ്മ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, മാത്രമല്ല സ്നേഹിച്ചവരുടെ വേർപാട്, അത് ഇന്ന് പകല് അത് ഉള്ളവരുടെ ഹൃദയം തകർന്ന ഹൃദയമാണ്. തകർന്ന ഹൃദയം. ആ തകർന്ന ഹൃദയമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. തകർന്ന ഹൃദയങ്ങളുള്ളവർ, ആരുടെയൊക്കെ മരണങ്ങളിലൂടെ, ആരുടെയൊക്കെ വാക്കുകളിലൂടെ, അത് ഇന്നും നിന്റെ ലൈഫിൽ ഒരു പെയിനായി, വേദനയായി, പലപ്പോഴും അത് നിന്നെ ഒരു വാക്കോ ഒരു ശബ്ദമോ, ഒരു ഉപേക്ഷണ പത്രങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ വേർപാട്, അപ്പൻ്റെ വേർപാട്, അമ്മയുടെ വേർപാട്, ചില വാക്കുകളുടെ വേദനകൾ, സ്നേഹിച്ചവർ നിന്നെ വിഷമിപ്പിച്ചത്, ചതിച്ചത്, വഞ്ചിച്ചത്, അത് നിന്റെ ലൈഫിൽ ഹൃദയത്തെ തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിനക്ക് ജോലി നഷ്ടപ്പെട്ടതോ, നിന്റെ ലൈഫിലെ ചില പൊസിഷനുകൾ നിനക്ക് നഷ്ടപ്പെട്ടത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഒരു വലിയ ഇന്നർ ഹീലിംഗ് നിന്റെ ഹൃദയത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. ആഴങ്ങളിൽ കിടക്കുന്ന വേദനകൾ ഈ ജനത്തിന്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവേ അങ്ങ് സൗഖ്യമാക്കണമേ. ഇവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന വേദനകളെ, യൗവനകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട അനവധി വ്യക്തികളുടെ ഹൃദയത്തിനകത്തുള്ള, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട തകർന്ന ഹൃദയം യേശുവിന്റെ അടിപ്പിണരുകളാൽ തകർന്ന ഹൃദയങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തകർന്ന ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് പകൽ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുക. നിന്റെ ഹൃദയത്തിലെ തകർച്ചകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകും. നിന്റെ ഹൃദയം ഇനി പഴയതുപോലെ ആകത്തില്ല. ഈ തകർന്ന ഹൃദയവും വെച്ചുകൊണ്ടിരുന്നാൽ രോഗമുണ്ടാകും. നിന്റെ ഹൃദയത്തിനകത്തുള്ള തകർച്ച, മനസ്സിന്റെ അകത്തുള്ള ദുഃഖം, അത് നിന്നെ രോഗിയാക്കും. ആ രോഗം മുന്നിൽ കൊണ്ട് നടക്കേണ്ടത്, അത് യേശുവിന്റെ അടിപ്പിണരുകളാൽ ഹീലിംഗ് ഉണ്ടാവുകയാണ്. ഇനി ആ ദുഃഖം പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ. കർത്താവേ, വേർപെടലിന്റെ ദുഃഖങ്ങൾ, ഉള്ളിൽ കിടക്കുന്ന ദുഃഖങ്ങൾ, കരച്ചിലുകൾ, തേങ്ങലുകൾ, ഗദ്ഗതങ്ങൾ, സ്നേഹം കിട്ടാത്തത്, അംഗീകാരം കിട്ടാത്ത, മാന്യത കിട്ടാത്ത ആ വാക്കുകൾ, കർത്താവേ, അതിലൂടെ വേദന, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പഴയത് 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 കഴിഞ്ഞു പോയി, അതെടുത്ത് കടലിൽ എറിഞ്ഞു കർത്താവ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദിവസം ഇരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പഴയത്, ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭാഗം എവിടെയാണ്? ഈ ഭാഗത്ത് ഒരു പെയിൻ ഉണ്ടാവും, ഒരു വേദനയുണ്ട്. നമ്മൾ വിചാരിക്കും നെഞ്ചുവേദന, അതല്ല. ഇവിടെയാണ് ആ ദൈവത്തിൻ്റെ മഹത്വം, ഹോളി സ്പിരിറ്റും ഇതെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലമായത്.
ഇതിനകത്ത് നിന്ന് ദൈവ ശബ്ദം മൃദുവായി നമ്മൾ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭാഗത്തുള്ള ചില പെയിനുകൾ വരുമ്പോൾ, ചില സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദോഷം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഭാഗം ഒരു പെയിൻ അസ്വസ്ഥം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ അവിടെ സംഭവിക്കാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് പഴയതിനകത്ത് കുരുങ്ങിക്കിടക്കരുത്. പഴയത് കഴിഞ്ഞു പോയി, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. 2023 ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞു പോയി, കഴിഞ്ഞ 8 വർഷം കഴിഞ്ഞു പോയി, പഴയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. ഈ 2023 ഫെബ്രുവരി മാസം ആത്മാവിന്റെ ദൂത് പറയുന്നു, നിനക്ക് ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, നിന്റെ ലൈഫ് മാറാൻ പോകുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. ഹല്ലേലൂയ ജീസസ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അസാധാരണമായ ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ. അതിനകത്ത് 1 മുതൽ വായിച്ചേ പെട്ടെന്ന്. 43 1 മുതൽ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. എല്ലാവരും അടുത്ത് പറഞ്ഞിട്ട് ഭയപ്പെടേണ്ട. ഇന്ന് നിന്റെ ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാ പറയാണ്, നീ ഭയപ്പെടരുത്. നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അലറിക്കൊണ്ട് വരാം. എന്നാൽ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടാനുള്ള വ്യക്തിയല്ല, നിന്റെ കൂടെ യഹോവ ഉണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ വിളിച്ചവനും നിർമ്മിച്ചവനും സൃഷ്ടിച്ചവനും മഹാഭയങ്കരനുമായ ദൈവം. എന്റെ കൃപ നിനക്ക് മതി. നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. വായിച്ചോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എവിടെ നിന്ന്? പാപത്തിലും ശാപത്തിലും ചേറ്റിലും കുഴഞ്ഞ ചേറ്റിലും കുഴിയിലും കിടന്ന നിന്നെ ഞാൻ വലം കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നീ ഭയപ്പെടണ്ട. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലിയാ വിളിച്ചിരിക്കുന്നത്, വേറൊന്നുമല്ല, പുതിയ ഒരു പേര് ചൊല്ലി ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. വായിച്ചോ. നീ എനിക്കുള്ളവൻ തന്നെ. നീ എനിക്കുള്ളവനാണ്. ലോകത്ത് ആര് പറഞ്ഞാലും നമുക്ക് അത്രയും അങ്ങോട്ട് സംഭവം നടക്കത്തില്ല. നീ എനിക്കുള്ളവനാണ്, നീ എന്റേതാണെന്നൊക്കെ പലരും പറയാൻ കാണും. പക്ഷെ അതൊക്കെ സാഹചര്യം വരുമ്പോൾ അവർ വേറെ മാറ്റി പറയും. ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യം വരുമ്പോൾ അവര് ഓന്തിനെ പോലെ എന്ത് ചെയ്യും? ഏത് മനുഷ്യന്റെ വാക്ക്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യന്റെ വാക്ക് വിശ്വസിക്കുന്നവൻ മണ്ടനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമായിരിക്കുമ്പോൾ ചക്കരയാണ്, തേനാണ്, ഹണിയാണ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കെണിയാണെന്ന് പറയും. ഹല്ലേലൂയ. ആദ്യം പറയുന്നത് നീ എൻ്റെ ഹണിയാണ്, രണ്ടാമത് പറയുന്നത് നീ ഒരു കെണിയായി മാറിയല്ലോ. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന ചക്കര വാക്കുകൾക്ക് മുഖസ്തുതിക്കും നീ വീണ് കൊടുക്കരുത്, വീടരുത്. അതിന് പകരം ദൈവം പറയാണ്, നീ എനിക്കുള്ളവനാണ്. ദൈവം പറഞ്ഞതാ, ദൈവം പറഞ്ഞതാ. ലോകം മുഴുവനും നീ കൈവിട്ടാൽ ഉപേക്ഷിച്ചാലും, എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആകാശം മാറിയാലും, ഹല്ലേലൂയ, ഭൂമി മാറിയാലും എൻ്റെ ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ല. നീ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ. നീ എനിക്കുള്ളവൻ തന്നെ. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി നീ വെള്ളത്തിനകത്തുകൂടെ കടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഇരുന്നിട്ടുണ്ടോ ബൈബിളിൽ എവിടെയെങ്കിലും വെള്ളത്തിനകത്തുകൂടെ ജനം കടന്നു പോയപ്പോൾ ഇരുന്നവർ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ വെള്ളത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഒരു പൈതലിനെ, ഒരു മോശ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ, 3 മാസമായപ്പോൾ മിരിയാം എന്ന് പറയുന്ന 10 വയസ്സുകാരി, ഹല്ലേലൂയ, 3 മാസം പ്രായമായ ഈ മോശയെ കൊണ്ടുവന്ന് ആ കീരി തേച്ച ഒരു പിന്നെ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുകയാണ്. ഹല്ലേലൂയ. നൈൽ എന്ന് പറയുന്ന നദിക്കകത്തോടെ ഒഴുക്കി വിട്ട് നോക്കി നിന്നപ്പോൾ ഒരേ ഒരു പൈതല്, ആ പൈതലിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 4ാം തലമുറയാണ്. 4ാം തലമുറ. ഇവർ ഓർക്കുക, നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ നിന്റെ 4ാം തലമുറയ്ക്ക് ദൈവം ഒരു ഉദ്ധാരണം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എവിടെ നോക്കിയാലും അവിടെ വിളിച്ചു പറയുന്നത് കാണാം, നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ നിന്റെ 4ാം തലമുറ സ്വർഗത്തിലെ ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ
പ്രൈസിനെ രക്ഷിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി എന്ത് ചെയ്തു? 10 വയസ്സായപ്പോൾ കൊണ്ടുവന്ന് ഒഴുക്കി വിട്ടു. പ്രൈസിനെ. കാരണം അന്ന് ഒരു വീണ്ടെടുപ്പുകാരൻ, വാഗ്ദത്ത സന്തതിയുടെ കാലഘട്ടമാണ് 4-ാം തലമുറ. 400 സംവത്സരമായി അടിമത്ത നുഖത്തിൽ കിടക്കുന്ന ജനത്തിനോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തിന്റെ സമയമായപ്പോൾ, ദൂതിന്റെ സമയമായപ്പോൾ, ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വാഗ്ദത്ത സന്തതികൾ പ്രോമിസസോടെ വാഗ്ദത്തമുള്ളവരാണ്. അവർ വാഗ്ദത്തം നിന്റെ മേൽ വന്നാൽ നിന്റെ അകത്ത് ദൈവം വിശ്വാസവും കൂടെ വയ്ക്കും. ഹല്ലേലൂയ. വിശ്വാസമുള്ള, വാഗ്ദത്തവും വിശ്വാസമുള്ള തലമുറ എഴുന്നേറ്റാൽ അവൻ വചനം വിളിച്ചു പറയും. അവൻ കാലഘട്ടങ്ങളെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും, അവൻ ചരിത്രങ്ങളെ മാറ്റും, അവൻ നൂറ്റാണ്ടുകളെ മാറ്റും. അവനൊരു ഭയമാണ്, അവനൊരു അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നിന്റെ അകത്ത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെട്ടാൽ, നിന്റെ മേൽ ദൈവ കൃപ വെളിപ്പെട്ടാൽ, ആ ദൈവകൃപ ഉള്ളവന് ഒരു പ്രത്യേകതയുണ്ട്. അവന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കും. വാഗ്ദത്തമുള്ളവനൊരു പ്രത്യേകതയുണ്ട്. ദൈവം വാഗ്ദത്തം വിശ്വാസത്തിൽ പ്രാപിക്കാൻ വിശ്വാസം അവന്റെ മേൽ പകരും. വിശ്വാസം അകത്ത് വന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ചരിത്രങ്ങളെ മാറ്റും. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ഈ 3 ഉള്ളത് എത്ര പേരുണ്ട്? നിങ്ങൾ എത്ര പേര് വാഗ്ദത്തമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? വാഗ്ദത്തം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ദൂത് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? നീ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. വാഗ്ദത്തം കേട്ടിട്ടുള്ള എല്ലാവരുടെയും അകത്ത് ദൈവം വിശ്വാസം വെച്ചിട്ടുണ്ട്. വിശ്വാസം അകത്ത് വന്നവരെല്ലാം ഒരു അത്ഭുതം കാണാൻ പോകുന്ന ഒരു സീസണാണത്. നിന്റെ ലൈഫിൽ, നിന്റെ കുടുംബത്തിൽ നീ ഒരു ചരിത്രമായി മാറും. നീ എന്നും ഇങ്ങനെ ഇരിക്കത്തില്ല, നീ ഒരു ചരിത്രമായി, നീ ഒരു അത്ഭുതമായി. വാഗ്ദത്തം അകത്ത് കയറിയവൻ. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തം 4-ാം തലമുറ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൽ നിന്ന് അടുത്ത 4-ാമത്തെ തലമുറയായപ്പോൾ ഞാൻ വീണ്ടെടുക്കാൻ ഇറങ്ങി വന്ന രക്ഷകൻ വന്ന വീണ്ടെടുപ്പ് ഉണ്ടാകുന്ന ദൂത് കിടക്കുന്ന തലമുറ 4-ാം തലമുറ. ഹല്ലേലൂയ. 4-ാം തലമുറ വരെ പിശാചിന് ഒരു വിഷയമല്ല. കാരണം ഇവരെല്ലാം കഷ്ടപ്പെടുത്തി ദുഃഖിപ്പിച്ച് അവിടെ ഇട്ടിരിക്കുക. 4-ാം തലമുറ ആയപ്പോൾ പിശാച് ഫറവോന്റെ അകത്ത് കയറി പറഞ്ഞു, അന്ന് വരെ വാളെടുക്കാത്തവൻ പുതിയ വാള് രാഗി റെഡിയാക്കി മൂർച്ച കൂട്ടി കൊണ്ടുവന്നിട്ട് എല്ലാ പിള്ളേരെയും കൊന്നുകളയാൻ പറഞ്ഞു. ഇതേ സംഭവം പുതിയ നിയമത്തിൽ ആവർത്തിച്ചു. വാഗ്ദത്തമുള്ളവൻ, ഹല്ലേലൂയ, പിറന്ന ക്രിസ്തു യേശു പിറന്നപ്പോൾ ഇതേപോലെ പുതിയ നിയമത്തിനകത്ത് 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനും കൊന്നുകളൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് ഏതെങ്കിലും തരത്തിൽ മരണത്തിന്റെ അനുഭവങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകളോ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ നാളുകളായി, ദിവസങ്ങളായി, കഴിഞ്ഞ മാസങ്ങളായി നിന്റെ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ നീ കടന്നു പോവുകയാണെങ്കിൽ, ദൈവാത്മാ പറയുകയാണ്, എന്തോ നീ കേട്ട വലിയ വാഗ്ദത്തം അത് വെളിപ്പെടേണ്ടതായ ഒരു സമയം, അതിന്റെ സീസൺ വന്നിരിക്കുകയാണ്. നീ കേട്ടിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം, അത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാലഘട്ടം, അത് നിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ്. പ്രശ്നമുണ്ടോ, പ്രതികൂലമുണ്ടോ, തീ പോലെയുള്ള വിഷയമുണ്ടോ, വെള്ളം നിന്നെ മുക്കാൻ വരികയാണോ? ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സീസൺ വെളിപ്പെടുകയാണ്. പ്രൈസ്. വാള് വരുന്നുണ്ടോ? കൊല്ലാൻ വാളുമായി ആള് വരുന്നുണ്ടോ? അതിന്റെ അർത്ഥം ഇതാ വാഗ്ദത്ത സന്തതിയുടെ സമയമായി. വാഗ്ദത്ത സന്തതിയുടെ സമയം. വാഗ്ദത്തമുള്ള ജനം, ദൂതുള്ള ജനം, വിശ്വാസമുള്ള ജനം, കൃപയുള്ള ജനം, വിളിയുള്ള ജനം. ഹല്ലേലൂയ. ചരിത്രങ്ങൾ മാറ്റാൻ വിളിക്കപ്പെട്ടവൻ. ഈ നാളുകൾ നിനക്ക് വിരോധമായി വാള് വരുന്നുണ്ടോ? നീ നോക്കിക്കോ, നീ സാധാരണ വ്യക്തിയല്ല. പ്രതികൂലമുള്ളവർക്കായി സ്തോത്രം, പ്രതികൂലങ്ങളുള്ളവർക്കായി സ്തോത്രം, പ്രശ്നങ്ങളുള്ളവർക്കായി സ്തോത്രം, കരയുന്നവർക്കായി സ്തോത്രം, നിലവിളിക്കുന്നവർക്കായി സ്തോത്രം, രോഗമുള്ളവർക്കായി സ്തോത്രം, സാമ്പത്തിക ഞെരുക്കമുള്ളവർക്കായി സ്തോത്രം. ഇന്ന് പകൽ ആത്മനിറവിൽ ഞാൻ പറയുകയാണ്, കുടുംബത്തിനകത്ത് പ്രതികൂലമുണ്ടോ? ജീവിതത്തിന്റെ നടുവിൽ പ്രതികൂലമുണ്ടോ? വിഷയങ്ങളുണ്ടോ? ഇതാ ഈ സീസൺ നീ പുറത്തു വരാൻ പോവുക. നിന്റെ വാഗ്ദത്തം വെളിപ്പെടാൻ പോവുക. നീ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ കാണാൻ പോകുന്നു. നീ അത്ഭുതം കാണാൻ പോകുന്നു. നീ അത്ഭുതം കാണാൻ പോകുന്നു. നീ അത്ഭുതം
ഹല്ലേലൂയ. അപ്പൊ വാഗ്ദത്തമുള്ള ഒരുവനെ രക്ഷിക്കാനേ മിര്യാമിന് കഴിഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിര്യാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവൻ രക്ഷപ്പെടുന്നത്. കൊട്ടാരത്തിനകത്ത് കയറി ഇരുന്ന രാജ്ഞിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ അതിനകത്തുനിന്ന് ഇറങ്ങി നൈൽ നദിയുടെ ഫ്രണ്ടിൽ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചില കൊട്ടാരങ്ങൾ ഒരിക്കലും വെളിയിൽ ഇറങ്ങാത്ത ചിലതിനെയൊക്കെ ദൈവം വെളിയിൽ ഇറക്കും. ദൈവം വാഗ്ദത്തമുള്ള ജനത്തിന് വേണ്ടി നാടുകളിൽ ആരും ഒരിക്കലും ഇറങ്ങാത്ത ചിലതിനെ, കൊട്ടാരങ്ങളിൽ നിന്ന് ചില വിടുതലുകൾ, നീ ഉദ്ദേശിക്കാത്ത ചിന്തിക്കാത്ത ചില മേഖലകളിൽ നിന്നും നിനക്ക് വേണ്ടി ചില ഉദ്ധരിക്കാൻ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വീണ്ടെടുപ്പാൻ. ഹല്ലേലൂയ. നീ സാധാരണ രീതിയിൽ കുടിലിനകത്ത് കിടന്ന് മരിക്കേണ്ടവനല്ല. ദൈവം നിന്റെ ലെവല് മാറ്റുന്ന സീസൺ. കർത്താവിൻ്റെ നാമത്തെ ഞാൻ പറയാം, ഡിക്ലെയർ ചെയ്തോ. ഇന്ന് പകല് അല്ല 3 മാസമായിട്ട് ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം മാതാവ് പ്രസവിച്ച് ആ മാതാവ് 3 മാസം സൗന്ദര്യമുള്ള കുഞ്ഞായതുകൊണ്ട് കൊല്ലാൻ മടിച്ച്, കളയാൻ മടിച്ച് വീട്ടിനകത്ത് ഒതുക്കി 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 വെച്ചതുകൊണ്ടാണ് നാക്ക് വിക്കായി പോയത്. ഹല്ലേലൂയ. കുഞ്ഞിനെ കരച്ചിൽ വന്നാൽ പാപത്തി പിടിക്കും. കാരണം വെളിയിൽ ശബ്ദം കേട്ടാൽ കുഞ്ഞിനെ കൊന്നുകളയും. അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് അവസാനം വിക്കുള്ള തടിച്ച നാവുള്ളവനായി തലമുറ മാറിയെങ്കിലും നിന്റെ കുറവുകളോടുകൂടി തന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിളിയുള്ളവനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. വാഗ്ദത്തമുള്ളവനെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. വിളിയുള്ളവനെ, വാഗ്ദത്തമുള്ളവനെ ഒരിക്കലും ഒരിടത്തും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, നിന്നെ ഒതുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ എവിടെയെങ്കിലും തളച്ചിടാൻ, നിന്നെ ചങ്ങലക്കിടാൻ, നിന്നെ മറച്ചു പിടിക്കാൻ പലരും ശ്രമിക്കും. പക്ഷേ അവരുടെ പിടിയിൽ നിന്ന് നീ പുറത്തു വന്ന് നീ ഹല്ലേലൂയ രാജകീയ അഭിഷേകത്തോടെ രാജകൊട്ടാരത്തിനകത്ത് വാഴാൻ വിളിയുള്ള നിന്നെ, രാജകീയ അഭിഷേകമുള്ള നിന്നെ, രാജകീയ അധികാരം പേറേണ്ട നിന്നെ ഇന്ന് പകൽ ഒളിപ്പിച്ചു വെക്കാൻ, ഒതുക്കി വെക്കാൻ ആര് നോക്കിയാലും നടക്കത്തില്ല. നീ പുറത്തു വരാൻ പോയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ സീസൺ 3 മാസം കഴിഞ്ഞ് ഒളിച്ച് ഒതുക്കി വെക്കാൻ പറ്റുന്നില്ല, ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. ആർക്കും നിന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. നിന്നെ ഒതുക്കാൻ പറഞ്ഞാണ്ട് എന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. എന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ ഒതുങ്ങുന്നവനല്ല, ഞാൻ വിളിയുള്ളവനാണ്. വിളിയുള്ളവനെ ചവിട്ടി ഒതുക്കാൻ പറ്റത്തില്ല. അത് കിളിർത്ത് വരും. ആര് നിന്നെ ചവിട്ടി ഒതുക്കിയാൽ അത് കിളിർത്ത് വീണ്ടും അടുത്ത മഴ വരുമ്പോൾ നീ പുറത്തു വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെസ്. നിന്റെ ഓഫീസിനകത്തോ, നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ, നിനക്ക് എവിടെ ആര് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും, നിന്റെ സ്വന്തം ഭവനത്തിനകത്തോ എവിടെ ആര് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും ആത്മാ പറയുന്നു നീ പുറത്തു വരാം. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? മോശെ നൈൽ നദിയിൽ ഇതിനെ ഒഴുക്കി വിട്ടപ്പോൾ ഈ അടിമത്ത മുഖത്തിൽ കിടക്കുന്ന 5-6 ലക്ഷം പേര് ഈ പെൺകുട്ടി മിരിയാൻ നോക്കിക്കൊണ്ടിരുന്നത്, ഈ കുഞ്ഞ് നേരെ ഒഴുകിപ്പോയി മുങ്ങിച്ചാവോ, അങ്ങ് ഒഴുകി എവിടെ പോകും ഒന്നും അറിയാതെ നിന്നപ്പോൾ നോക്കണം, ഒരിക്കലും മനുഷ്യ മനസാക്ഷിയുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തവൻ്റെ മോള് തന്നെ ഇറങ്ങി വന്നു. നിനക്ക് വിരോധമായി കൽപ്പനകൾ എഴുതി, വിരോധമായി എന്തൊക്കെ എഴുതി ആരൊക്കെ വെച്ചാലും അവൻ്റെ ഭവനത്തിനകത്ത് നിന്ന് നിനക്ക് രക്ഷ കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ എതിര് നിന്നാലും നിന്റെ ഭവനത്തിനകത്ത് നിന്ന് രക്ഷയെ കൊണ്ടുവരുന്നൊരു ദൈവം. ഹല്ലേലൂയ. സ്വന്തം മോള് കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് അരമണിക്കൂറിന് മുമ്പ് 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടി എഴുതി ഒപ്പിട്ടവൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. മോള് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ഫറവോൻ രാജാവാണെങ്കിലും അത് നാട്ടുകാരുടെ മുമ്പിൽ അത് രാജാവ്, വീട്ടിനകത്ത് രാജാവല്ല. വീട്ടിനകത്ത് അവിടെ രാജാവ് ആരായിരുന്നു? ഈ മോളും ഭാര്യയൊക്കെ ആയിരുന്നു. ഫറവോൻ്റെ ഭാര്യയും മോളും കൂടെ വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. കയ്യിലിരുന്ന വാൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്
ഫറവോൻ കുഞ്ഞിനെ എടുത്ത് ആരാ കൊല്ലാൻ വേണ്ടി കൽപ്പന എഴുതിയവൻ ഇപ്പോൾ തൊട്ടിൽ കെട്ടി ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിപാടി. നിന്നെ കൊന്നു മുടിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചവൻ തന്നെ നിന്നെ താരാട്ട് പാടി ഉറക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ നിനക്ക് അനുകൂലമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൊന്നു മുടിക്കാൻ വേണ്ടി വിരോധ കൽപ്പന എഴുതിയവൻ്റെ കൈ കൊണ്ട് താരാട്ട് പാടി ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ വിരിഞ്ഞ മാറിൽ കിടന്ന് കുഞ്ഞ് വളരുകയാണ്. ഫറവോന്റെ ഹൃദയത്തിനകത്ത് കിടന്ന് വളരുകയാണ്. അവന്റെ കൂടെ അതേ മെത്തയിൽ കിടന്ന് ഉരുളുകയാണ്. ആരുടെ കുഞ്ഞ? രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്രായേൽ ജനം ഇസ്രായേലിലാണെങ്കിലും ഇസ്രായേലിനെ കണ്ടാൽ ഈജിപ്ഷ്യൻ ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ ഇരിക്കും. ഈജിപ്തുകാരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും നമുക്കറിയാം. ഇസ്രായേലിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നറിയാം. യഹൂദനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നറിയാം. ഇതാ രാവും പകലും തമ്മിൽ വ്യത്യാസം ഭയങ്കരം. വീട്ടിനകത്ത് കിടക്കുന്ന ശത്രു 40 വർഷം വെട്ടാൻ വേണ്ടി വാളുണ്ടാക്കിയവന്റെ വീട്ടിനകത്ത് അവൻ തിന്നുന്നതിനേക്കാളും ബദാമും അവൻ തിന്നുന്നതിനേക്കാളും പാലും അവനുണ്ടാക്കിയ ജിമ്മും അവനുണ്ടാക്കിയ നീന്തൽക്കുളവും അവന്റെ മെത്തയും അവന്റെ ഭണ്ഡാരം എല്ലാം കൊള്ളയടിച്ച് വൃത്തിയായി തിന്നുകൊണ്ട് അവിടെ കിടന്നു. പ്രൈസ് ദി ലോർഡ്. അതിനും വേണം ഒരു ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി പ്രൊവിഷൻ ഒരുക്കിയാൽ നീ ചിലതിനെയൊക്കെ കൊള്ളയടിച്ച് വിഴുങ്ങിക്കളയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവിളി നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ശത്രുവിനെ കൊള്ളയടിക്കും. ഒരു കൊള്ളയടിക്കുന്ന അഭിഷേകം ജാതികളെ കൊള്ളയടിക്കാൻ വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ ജനം നിന്റെ അകത്തത് വ്യാപരിക്കട്ടെ. വെളിപ്പാടുള്ളവൻ പ്രാപിച്ചോ, നീ ജാതികളെ കൊള്ളയടിക്കും, ശത്രുക്കളെ കീഴ്പ്പെടുത്തും, രാജാക്കന്മാരുടെ അരക്കച്ചകളെ നീ അഴിക്കും, ജാതികളെ നീ കീഴ്പ്പെടുത്തും, നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിൽ തുറക്കും. യെസ്, നിന്റെ വിളി അതാണ്. നീ കൊള്ളയടിക്കും. നിന്റെ ശത്രുവിന്റെ നന്മയെ നീ വിഴുങ്ങും. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ നമ്മുടെ വിളി. നമ്മുടെ വിളി എത്ര ഒരു സന്തോഷമുണ്ട്. നമ്മൾ ജാതികളെ കൊള്ളയടിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. നമ്മൾ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നിന്റെ അകത്ത് നീ അറിയാതെ കിടക്കുന്ന ഒരു അഭിഷേകം, അത് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ പോകുന്ന ഇടങ്ങളിൽ ജാതികളെ കൂട്ടമായി നീ കൊള്ളയടിച്ചു കളയും. ജാതിക മേഖലകളെ നീ കൊള്ളയടിക്കും. ജാതികളുടെ സമ്പത്ത് നിന്റെ കയ്യിൽ വരും. അവരുടെ സ്വർണം നിന്റെ കയ്യിൽ വരും. അവരുടെ ഗോൾഡ് നിന്റെ കയ്യിൽ വരും. അവരുടെ വസ്തുവകൾ നിന്റെ കയ്യിൽ വരും. അവരുടേതായ എല്ലാ സമ്പത്തും നിന്റെ കയ്യിൽ വരും. നീ അവരെ കൊള്ളയടിക്കുന്നവരായി മാറും. രാജകീയ അഭിഷേകം. രാജകീയ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത അതാണ്. അവൻ കൊള്ളയടിക്കുന്നവനാണ്. അവൻ ദാരിദ്ര്യവാസിയല്ല. ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. ഇല്ലായ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. നീ അത് വിളിച്ചു പറയണം. ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. ഞാൻ ജാതികളെ കൊള്ളയടിക്കും. ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവനായി മാറും. ഏത് അടിമത്ത മുഖത്തിൽ കിടന്നാലും ഹല്ലേലൂയ. ഈ കാക്ക മുട്ടയിടുമ്പോൾ കുയിലും കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൂടെ വിരിഞ്ഞ് വരുമ്പോൾ കാക്കയുടെ സൗണ്ടും അറിയാം. ഇതിനിടെ നോക്കുമ്പോൾ വേറൊരു നല്ല സൗണ്ട്, കുയിൽ നാദം. ഇതെങ്ങനെ സംഭവിച്ചു? എവിടെ കിടന്നാലും, എത്ര അടിമ മുഖത്തിൽ കിടന്നാലും, എത്ര വലിയ വിഷയത്തിൽ കിടന്നാലും, നീ രാജകീയ അഭിഷേകമുള്ളവനാണെങ്കിൽ ഹല്ലേലൂയ, നീ എവിടെ ചെന്ന് കിടന്നാലും നീ ഒരു വ്യത്യസ്തനായിരിക്കും. അവിടെ നിനക്കൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ദൈവം വിളിച്ചവൻ ശത്രുവിന്റെ പാളയത്തെ കൊള്ളയടിച്ച് അവന്റെ കൂടെ കിടന്നുറങ്ങിയാലും ബോധം അവന് കാണത്തില്ല. ഇതാരാണെന്ന് അറിയാമോ? മോശയുടെ കൈകൊണ്ട് ചാവാനുള്ളവനാണ്. ആരെ കൊല്ലാനാണ് വാളുണ്ടാക്കിയത്? ഫറവോൻ. മോശയെ കൊല്ലാൻ. മോശ ഇപ്പൊ ആരെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു? ഫറവോനെ. സമയമാകുമ്പോൾ ഞെക്കി കൊന്നോളും, പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ കൊല്ലാനാണ് ഇവൻ വാളുണ്ടാക്കിയത്? മോശയെ. പക്ഷെ മോശ ആരാ? വിളിയുള്ളവൻ. പറഞ്ഞാട്ടെ, വിളിയുള്ളവൻ. അടുത്ത പറഞ്ഞ വിളിയുള്ളവനാ ഞാൻ. വിളിയുള്ളവനാ ഞാൻ.
വാഗ്ദത്തമുള്ളവനാ ഞാൻ. പ്രൈസ് ലോർഡ്. എൻ്റെ കഴുത്തിന് നീ കൊണ്ടുവന്ന് കൈ വെച്ചാൽ വെക്കുന്നവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് സമയമാകുമ്പോൾ നമ്മൾ അവനെ കൊല്ലും. ഹല്ലേലൂയ. ഇതാ നിന്റെ വിളിയുടെ പ്രത്യേകത. എവിടെ കിടന്നാലും സിംഹം സിംഹം തന്നെയാണ്. അത് വിശന്ന് കിടന്നാലും സിംഹമാണ്, ചാവാറായി കിടന്നാലും വിശപ്പടിച്ച് അസ്ഥി കൂമ്പാരമായി എര കെട്ടാതെ വിശന്ന് കിടന്നാലും നൂറുകണക്കിന് കുറുക്കന്മാരും നായ്ക്കളും വന്ന് സിംഹത്തിന്റെ ചുറ്റും നിന്നാൽ അത് എഴുന്നേറ്റ് ഒന്നും മുരണ്ടാൽ സകല എണ്ണ ഓടും. യഹൂദാ ഗോത്രത്തിലെ സിംഹം കാട്ടിനകത്തൊരു രാജാവുണ്ട്. ആ രാജാവ് മരിച്ചാലും അത് രാജകീയമായ രീതിയിൽ മരിക്കുന്നത്. ജീവിച്ചാലും അത് രാജാവിനെ പോലെ ജീവിക്കും. രാജാവ് സിംഹം ഒരിക്കലും എലിയാകത്തില്ല, സിംഹം ഒരിക്കലും പൂച്ചയാകത്തില്ല. ഇന്ന് പകൽ നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ആ വിചാരം നിനക്ക് ഫലിക്കയില്ല. മരണം നിന്നെ തൊടുകയില്ല, ശത്രു നിന്നെ തൊടുകയില്ല. ഓ ജീസസ്. ശത്രുവിനെ ജയിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുക. ശത്രുവിന്റെ മേൽ ജയമെടുക്കാൻ, ശത്രുവിന്റെ മേൽ ജയമെടുക്കാൻ. ശത്രു നോക്കി നിൽക്കേ, ശത്രു കൂടെ നിൽക്കേ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിളിയുള്ള വാഗ്ദത്തമുള്ള കൃപയുള്ള നീ ശത്രുവിനെ വലിച്ചു കീറുന്നത് പോലെ അവന്റെ നന്മ നീ അനുഭവിക്കും. കൊള്ളയടിക്കും, ഡ്രസ് മാറാൻ പോകുന്നു, ഭക്ഷണം മാറാൻ പോകുന്നു, ടേബിളുകൾ മാറാൻ പോകുന്നു. രാവിലെ വൈകുന്നേരം അവിടെ ഒന്നുമില്ല. മരിച്ചനീൻ്റെ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങി കൊടുത്തായിരിക്കും ചിലപ്പോൾ പാവപ്പെട്ട അമ്മ പെട്ടകത്തിനകത്ത് കയറ്റി വിട്ടത്. മോശൻ്റെ എൻ്റെ മോൻ പോവുകയാണ്, അവസാനം കുറച്ച് പാല് കൊടുത്ത് അല്പം കപ്പയൊക്കെ എടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ കഞ്ഞി കൊടുത്ത്. അവിടെ ഒന്നുമില്ല. അടിമത്ത മുഖത്തി കിടക്കുന്ന ആ വീട്ടിനകത്ത് നിന്ന് മോശ അവസാനം കഴിച്ചത് ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ പോയി ചെന്ന് കയറിയത് പാൽ കഞ്ഞി കുടിക്കാനാണ്. സ്വർണ്ണ കറണ്ടി, സ്വർണ്ണ പ്ലേറ്റ്, പ്രൈസ് ഫുഡ് ഗ്ലോറി വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽ എത്ര പേർ പ്രാപിച്ചോ? ഇന്ന് പകൽ ഇതിനകത്ത് ചില വ്യക്തികളോട് ആത്മാ പറയും, നിന്റെ ഫുഡ് ലെവൽ മാറാൻ പോകുന്നു. നീ രാജകീയമായ രീതിയിൽ, ഓ ജീസസ്, നിന്റെ ടേബിളിനെ ഞാൻ മാറ്റാൻ പോവുക. നിന്റെ ടേബിളുകൾ മാറും, ടേബിളുകൾ മാറും, നിന്റെ ഡ്രസ്സുകൾ മാറും, നിന്റെ വാഹനങ്ങൾ മാറും, നിന്റെ താമസ സ്ഥലങ്ങൾ മാറും. ഈ 2023 ഫെബ്രുവരി മാസം തികയുന്നതിന് മുമ്പ് ദൈവം പറയുന്നു, നിന്നെ ഒരസാധാരണമായ രീതിയിൽ അംബാസിഡറാക്കി, രാജകീയ അഭിഷേകമുള്ളവനാക്കി, റിച്ചസ്റ്റ് പേഴ്സൺ ആക്കി, നിന്റെ കരങ്ങളിൽ നിന്റെ കാൽ കീഴിൽ സമ്പത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു അഭിഷേകം, വസ്തുവകളെ കൊണ്ടുവയ്ക്കുന്ന പത്രോസിന്റെ വിളി, every area change ആകട്ടെ. രാജകീയമായ ചേഞ്ച്. നിന്റെ വീട് മാറാൻ പോകുന്നു, നിന്റെ അടുക്കള മാറാൻ പോകുന്നു, നിന്റെ ഫുഡ് കഴിക്കുന്ന ലെവല് മാറാൻ പോകുന്നു, നിന്റെ വസ്ത്രങ്ങൾ മാറാൻ പോകുന്നു, നിന്റെ ദാരിദ്ര്യം മാറാൻ പോകുന്നു, നിന്റെ ശാപം മാറാൻ പോകുന്നു. നീ ഓടി നടക്കാൻ പോകുന്നു, നീ ഭരിക്കാൻ പോകുന്നു, നീ ഭരിക്കാൻ പോകുന്നു. നിന്റെ വാഹനങ്ങൾ മാറാൻ പോകുന്നു. ഇന്ന് വരെ കേരളത്തിൽ ആരും ഉപയോഗിക്കാത്ത വാഹനം നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോകുക. ഓ ഹല്ലേലൂയ. സൂപ്പർ ടാക്സ് കൊടുക്കുന്ന പ്രീമിയം അക്കൗണ്ടുകൾ നിന്റെ ലൈഫിൽ ഓപ്പണായി. നിന്റെ അക്കൗണ്ടുകൾ ലോക്കൽ അക്കൗണ്ടുകൾ മാറി പ്രീമിയം അക്കൗണ്ട് ഉള്ളവനായി മാറി. നിന്റെ വാഹനങ്ങൾ പ്രീമിയം ലക്ഷറി കാറുകളാക്കി മാറ്റി. നിന്റെ ട്രാവലിംഗ് മാറി. നിന്റെ എല്ലാ മേഖലകളെയും ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ മിരിയാം ഒഴുകി വിട്ടു. പിന്നെ ചരിത്രം പറയുന്നത് എന്താണെന്നറിയാം? അടുത്തത് മിരിയാം കാണുന്നത് ഒരു വ്യക്തിയാണെന്ന് ഒഴുകി രക്ഷപ്പെട്ടത്. പക്ഷെ അതേ വെള്ളം അടുത്തൊരു വെള്ളം കാണുകയാണ്, ചെങ്കടൽ.
മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആത്മനിറവിൽ പാടുമ്പോൾ മിരിയാം ഒരാളിൻ്റെ രക്ഷയല്ല അവിടെ കണ്ടത്. 6 ലക്ഷത്തിൽ പരം ജനങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഓവർകം ചെയ്തുകൊണ്ട്, മരണത്തിൻ്റെ ചുഴികളെ ഓവർകം ചെയ്തുകൊണ്ട് 6 ലക്ഷത്തിൽ പരം ജനം ചെങ്കടലിനെ വഴിമാറ്റി പുറത്തു വന്ന ആ വലിയ ചരിത്രമാണ് മിരിയാം 90-ാമത്തെ വയസ്സിൽ. 10-ാമത്തെ വയസ്സിൽ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തിയ വ്യക്തി 90-ാമത്തെ വയസ്സിൽ 6 ലക്ഷം പേരുടെ രക്ഷ കണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവം ഒന്നും മറക്കുന്നവനല്ല. മനുഷ്യ, നീ മറന്നാലും നിന്നെ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നമ്മൾ മറക്കും. ഒരു വാക്ക് പറഞ്ഞാൽ മറക്കുന്നവ നമ്മളെല്ലാം മറക്കുന്നവരാ. നമ്മൾ ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് നമ്മൾ നിസ്സാരമായി മറന്നു കളയും. ഞാൻ എപ്പോൾ പറഞ്ഞു, എന്ന് പറഞ്ഞു എന്ന് ചോദിച്ച് നമ്മൾ കൈയൊഴിയുന്നവ. പക്ഷെ ദൈവം ഒരിക്കലും അത് ചെയ്യത്തില്ല. ദൈവം മറക്കുന്നവനല്ല. ദൈവം പക്ഷേ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, നിന്റെ ശത്രുവിനോട് നീ ക്ഷമിക്കണം, നീ ഫോർഗീവ് ചെയ്യണം. ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയാവുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ക്ഷമിക്കും. പക്ഷേ ദൈവം പറയുന്നു, അമോനിയർ എൻ്റെ ജനത്തിനോട് ചെയ്തതിനെ ഞാൻ കുറിച്ച് വെച്ചിരിക്കുന്നു. നീ ഒന്നും ചെയ്യണം, നീ മറന്നു കളയണം, ക്ഷമിച്ച് കളയണം. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, മഹാഭീകരനും ഭയങ്കരനുമായ ദൈവത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പഴയതൊന്നും മറക്കുന്നവനല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. അത് വർഷങ്ങൾ, എത്ര വർഷം കഴിഞ്ഞാലും. ഞാൻ പറയാം, 50 ലക്ഷം രൂപയുടെ ഒരു വീടിന് വേണ്ടി 1995 ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതി വെച്ചതാണ്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു പോലുമില്ല, സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ മറന്നു, പക്ഷെ ദൈവം മറന്നില്ല. അന്ന് 2 കോടി എഴുതിയാൽ മതിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നീ പറഞ്ഞത്, നീ ദിവസത്തിൽ ചെയ്തത്, പറഞ്ഞത് ഓർക്കുന്ന ദൈവം. വീട്ടിൽ കയറി വന്ന 3 പേർക്ക് സാറ 3 ഇടങ്ങഴി. അന്ന് 318 അഭ്യാസികളുള്ള വീടാണ്. അപ്പോൾ 3 പേര് വന്നതുകൊണ്ട് സാറ 3 പേർക്കേ മാവ് എടുത്തുള്ളൂ. ഒരു 50 പേർക്ക് എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. കറക്റ്റായിട്ട് 3 ഇടങ്ങഴി എടുത്തു. ഒരു കാളക്കുട്ടി ഇറങ്ങി. സാറ മറന്നു, മരിച്ചു. അബ്രഹാം മറന്നു, മരിച്ചു പോയി. 400 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിൽ വെച്ച്, അയ്യോ ഞങ്ങൾക്ക് അപ്പം തരണം, അപ്പം തരണം എന്ന് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലൊരു കിച്ചൺ ഉണ്ടാക്കി ദൈവം. നീ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇന്ന് പകൽ അത് മറന്നു പോകരുത്. നമ്മൾ മണ്ടന്മാരാ. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ അറിയത്തില്ല. നീ ഭൂമിയിൽ ഒരു യാഗപീഠം പണിതാൽ, നീ ഭൂമിയിൽ ഒരു വിശുദ്ധനെ, വാഗ്ദത്തമുള്ള അഭിഷിക്തനെ മിരിയാം രക്ഷിച്ചപ്പോൾ 90-ാമത്തെ വയസ്സിലുള്ള കണ്ണുകൊണ്ട് കണ്ടതുപോലെ, ഹല്ലേലൂയ, 3 വിശുദ്ധന്മാർക്ക് വേണ്ടി അടുക്കള തുറന്ന സാറയുടെ 4ാം തലമുറ മരുഭൂമിയിൽ വിശന്നപ്പോൾ സ്വർഗത്തിൽ അടുക്കള ഉണ്ടാക്കിയ ദൈവം. എത്ര പേർക്ക് വെളിപ്പാട് കയറി? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിന്റെ ഓർമ്മശക്തി നോക്കിക്കൊള്ളാം. നിങ്ങൾ കുറിച്ചു വെക്കുന്ന എല്ലാം ദൈവം കുറിച്ചു വയ്ക്കും. സ്തോത്രം. എന്ത് ചെയ്തു? സ്വർഗത്തിൽ അടുക്കള തുറന്നിട്ട് ഓരോ വ്യക്തികൾക്ക് എത്ര കൊടുക്കണമെന്ന് ദൈവത്തിനോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നെല്ല പറയാം, ഒന്നുപോലും കൂടി പോകരുത്. 400 വർഷത്തിന് മുമ്പ് സാറ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു ചെയ്താൽ മതി. നീ അളക്കുന്ന അളവിനാൽ, കേട്ടോ, എത്ര പേര് മനസ്സിലായി? നീ അളക്കുന്ന അളവിനാലാണ് നിനക്ക് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് ഒരു ശതമാനം മാറ്റമില്ല. 3 ഇടങ്ങഴി കൊടുത്ത സാറയുടെ തലമുറയ്ക്ക് തിരിച്ച് സ്വർഗം അതുപോലെ എഴുതി. എത്ര വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവം, ഭയങ്കരനായ ദൈവം, കുറിച്ച് വയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6:10 വായിച്ചോ? കുറിച്ച് വയ്ക്കുന്ന ദൈവം, പ്രതിഫലം സ്വർഗത്തിലുണ്ട്. വായിച്ചോ?
പെട്ടെന്ന് വായിക്കേ. രണ്ട് കൊരിന്ത്യർ 6:10. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും. കഴിഞ്ഞ ഫസ്റ്റിൽ ഞാൻ വായിച്ചത് 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നിന്റെ ലൈഫിൽ നീ ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ഒരു പ്രതിഫലമുണ്ട്. നേരെ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് ഒരു പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കും. ഇവിടുത്തെ റേഷൻ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നിൽക്കുന്ന ക്യൂ അല്ലാതെ ഇവിടുത്തെ സ്ഥലത്ത് നിന്ന് സെർവർ കംപ്ലൈൻ്റ് ആണെന്ന് പറയും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, സെർവർ കംപ്ലൈൻ്റ് ആണ്, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ, 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ അവിടുത്തെ സെർവറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടോ? ഇല്ല, പെട്ടെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും. ഹല്ലേലൂയ. അവനവൻ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. അത് നല്ലതാകിലും തീയതാകിലും ഒരു നാളിൽ നമ്മൾ അവിടെ ചെന്ന് നിൽക്കണമെന്ന് അറിയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അതാ ദൈവം പറഞ്ഞ്, നല്ലതും തീയതും ചെയ്താൽ സ്വർഗത്തിലും പ്രതിഫലം. അത് ദോഷം ചെയ്യുന്നവന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്, എന്നാൽ നന്മ ചെയ്യുന്നവനൊരു പ്രത്യേകതയുണ്ട്. നോഹ 300 വർഷം, ഹാനോക്ക് 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ 4-ാം തലമുറയിൽപ്പെട്ട നോഹ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൂടെ നടന്നാൽ, ഭൂമി നടന്നാൽ, നിന്റെ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:10 വായിക്കുക. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അതാണ് പറയുന്നത്, ദൈവത്തിനും ദൈവരാജ്യത്തിനും വിശുദ്ധന്മാർക്കും നിങ്ങൾ ചെയ്തതൊന്നും മറന്നു കളയാൻ അനീതിയുള്ള ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മളോട് മനുഷ്യൻ ചെയ്ത, ദാവീദ് തന്നെ കല്ലെറിഞ്ഞ് കാറി തുപ്പി ശപിച്ച ശിമായി എന്ന് പറയുന്ന വ്യക്തിയോട് അവൻ്റെ തല വെട്ടിയെടുക്കട്ടെ യജമാനൻ എന്ന് ജോബ് ചോദിച്ചപ്പോൾ ദാവീദ് വെളിപ്പാടുള്ളവനായി അതുകൊണ്ട് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, വിട്ടുകള. കേട്ടോ, അതാ ദാവീദിന്റെ പ്രത്യേകത. ദാവീദിനെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം, ദാവീദ് പറഞ്ഞു, വിട്ടുകള, ഒന്നും ചെയ്യരുത്. ദാവീദ് അഭിഷിക്തനാണ്, ദൈവം തിരഞ്ഞെടുത്തവനാണ്. ദാവീദിനെ കല്ലെറിയാനും കൊല്ലാനും വേണ്ടി ആൾക്കാർ ചാടി എഴുന്നേറ്റപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, അവനെ ഒന്നും ചെയ്യരുത്, വിട്ടുകള. പ്രൈസ്. കാരണം ദാവീദിനറിയാം, ദാവീദ് വിട്ടാൽ വിടാത്ത ഒരാളുണ്ട്. ആര് വിട്ടാലും വിടാത്ത ഒരുവനാണ് നമ്മുടെ ദൈവം. നമ്മൾ വിടണം. നമ്മൾ ഒരിക്കലും പിടിച്ചു വയ്ക്കരുത്. നമ്മുടെ ഹൃദയത്തിനകത്ത് പക വെച്ച് നടക്കരുത്, പിണക്കം വെച്ച് നടക്കരുത്, ജാരശങ്ക വെച്ച് നടക്കരുത്, നമ്മൾ ആരോടും കയ്പ് വെച്ച് നടക്കരുത്. ആ കയ്പ് മലിനമായി നിന്നെ തിന്നുകളയും. പക്ഷേ നീ വിട്ടുകളഞ്ഞാൽ സ്വർഗം നിനക്ക് അനുകൂലമായി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും. കുറിച്ചു വയ്ക്കുന്ന ദൈവം, പഴയതെല്ലാം കഴിഞ്ഞുപോയി, നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിലുള്ള സകലത നീ മറന്നു കളഞ്ഞാൽ എന്റെ ദൈവം മറക്കാത്തവനായി തിരിച്ച് 100 ഇരട്ടിയായി മടക്കി തരുന്ന ഒരു ദൈവം. ഒരുവനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ 6 ലക്ഷം പേരുടെ രക്ഷ കണ്ട മിരിയാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വായിക്കാമോ? ദൈവം മറക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി 28:10 വായിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭവനത്തിനകത്ത് നിന്നും സ്വന്തം ജ്യേഷ്ഠനെ വഞ്ചിച്ച്, അപ്പനെയും വഞ്ചിച്ച് ഇറങ്ങി തിരിച്ച യാക്കോബ്. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവിടെ അവന്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടം അസ്തമിച്ചു. അതാ തൻ്റെ സ്വന്തം ഭവനത്തിനകത്ത് അമ്മയുടെ സാരിത്തുമ്പി പിടിച്ച്
ഒരു കാലഘട്ടം നടന്ന് അവസാനം അമ്മ പറഞ്ഞത് കേട്ട് അമ്മയുടെ കൂടെ ചേർന്ന് അമ്മക്കുട്ടനായിട്ട് നടന്ന് അവസാനം വലിയ പണിയെ പിടിച്ചു വാങ്ങിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സ്വന്തം അപ്പൻ എന്ത് ചെയ്തു? വഞ്ചിച്ചു, ചതിച്ചു, പറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇസ്ഹാക്ക് ഒരു വലിയ അഭിഷിക്തനാണ്, പ്രവാചകനാണ്. ഇസ്ഹാക്കിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ റിബേക്ക കണ്ടപ്പോൾ അമ്മ മരിച്ച സന്തോഷം, ആ അമ്മ മരിച്ച ദുഃഖം വരെ മാറിയ ഇസ്ഹാക്ക് റിബേക്കയും ഒരുമിച്ച് അവർക്ക് തലമുറ രണ്ടുണ്ടായി. റിബേക്കയ്ക്ക് ബുദ്ധി ഒരല്പം കൂടുതലാണ്, കുരുട്ട് ബുദ്ധിയാണെന്നേ ഉള്ളൂ. നല്ല ബുദ്ധിയല്ല, എന്താണ്? വളഞ്ഞ ബുദ്ധി, കുരുട്ട് ബുദ്ധി, എല്ലാം നേരെയല്ല, അടിയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രവാചകനായ പിന്നെ ഇസഹാക്കിനെ കുഞ്ഞുനാളിലെ ഈ രണ്ട് പിള്ളേരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിച്ചു. അപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഭർത്താവ് പറയുന്നത് ഒളിച്ചു നിന്ന് കേട്ടു. എന്നിട്ട് മക്കളെ തമ്മിൽ തെറ്റിപ്പിച്ച് ഇളയ മകന് നുണ പറഞ്ഞു കൊടുത്ത് പാവം നല്ല പയ്യനായിരുന്നു. കറക്റ്റ് സമയത്ത് ദൂതല്ല വാഗ്ദത്തം നിറവേറുമായിരുന്നു. അമ്മ കാരണം 20 വർഷം കണ്ടവൻ്റെ കയ്യിൽ ഇടിയും വാങ്ങിച്ച് അവിടെ കിടന്നു. അല്ലെങ്കിൽ കുരുട്ട് ബുദ്ധി കയറിയത് ലാബാൻ്റെ വീട്ടിൽ ചെന്ന് കയറി കൊടുത്ത് ലാബൻ എവനെക്കാളും എൻ്റെ അമ്മയെക്കാളും ഫ്രോഡായിരുന്നു. നീ ഫ്രോഡ് പരിപാടി കാണിച്ചാൽ നിന്റെ തലമുറ ഏതെങ്കിലും ഫ്രോഡിൻ്റെ കയ്യിൽ പെടും. നീ നിൽക്കുമ്പോൾ നേരെ ദൈവസേന വിശ്വസ്തമായിട്ട് നിന്നാൽ ദൈവം നിന്റെ തലമുറയെ മാനിക്കും. നീ നിന്റെ കയ്യിലും നിന്റെ നഖത്തിൻ്റെ ഇടയിൽ വരെ കള്ളം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ തലമുറ നിന്റെ കണ്ണിന്റെ മുമ്പ് കിടന്ന് അനുഭവിച്ചൊരു പരുവാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ നീ വരിക, നിന്റെ ശബ്ദം മാത്രം യാക്കോബിനെ, നിന്റെ വസ്ത്രവും നിന്റെ ഇതെല്ലാം മാറ്റിത്തരാം, ഞാൻ റെഡിയാക്കി തരാം, വാ. റൂട്ട് പറഞ്ഞോട് നേരെ കൊണ്ടുവന്ന് പ്രൈസ് അപ്പൻ്റെ മുമ്പിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ അപ്പൻ വെളിപ്പാടും ദർശനവും പ്രവാചകനായിട്ട് അപ്പം പറഞ്ഞു, നിന്റെ ശബ്ദം യാക്കോബിനെ പോലെയാണല്ലോ. കണ്ണ് കണ്ടുകൂടാ പുള്ളിക്ക്, പാവം വയസ്സായി പോയി. കണ്ണ് കണ്ടുകൂടെങ്കിലും വെളിപ്പാടുള്ളവരാ, അഭിഷേകമുള്ളവനാ, അധികാരമുള്ളവനാ, ആത്മനിറവുള്ളവനാ, അഭിഷിക്തനാ. പറഞ്ഞതുപോലെ നടക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ചെന്ന് വസ്ത്രം മാറി, അത് സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ ഇത് യേശാവിൻ്റെ സ്മെല്ലാണ്, പക്ഷേ അത് വസ്ത്രം ഇട്ടുകൊണ്ടാണ് സ്മെല്ലടിച്ചത്. ശബ്ദം യാക്കോബിൻ്റെയാണ്. അപ്പനെയൊക്കെ പറ്റിച്ച് ഒരുവിധം ഇതൊക്കെ പെട്ടെന്ന് ഇത്ര വേഗം വേട്ട പിന്നെ ഇറച്ചി കിട്ടി നിനക്ക്. അത് യഹോവ അവിടെ കൊണ്ട് ദൈവത്തെ അങ്ങ് വെച്ചു. ആര് കൊണ്ടുവച്ച്? ദൈവം തന്നു. അതും കള്ളം. ദൈവത്തെ വരെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് ചില ആൾക്കാരുണ്ട്, എൻ്റെ ഇവിടെ ആത്മാവ് പറഞ്ഞു. ഏത് ആത്മാവ് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ഇവിടെ ആത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പറഞ്ഞു, ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹാലേ. ദൈവം കള്ളവും കപടം വഞ്ചനയ്ക്ക് കൂട്ടി നിൽക്കുന്ന ആളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തെ വരെ കള്ളനാക്കി. അഭിഷിക്തനും പ്രവാചകന്റെ അടുത്ത് കള്ളം കപടം കാണിച്ച് തലമുറയെ കൊണ്ട് വഞ്ചനയും നടത്തി, ചതി നടത്തി. തള്ളയ്ക്ക് എന്ത് കിട്ടി? പ്രൈസ് ദി ലോർഡ്. മോന് അനുഗ്രഹം പ്രാപിച്ചതേ ഓർമ്മയുള്ളൂ. മോൻ അവിടെ വീട്ടിൽ നിൽക്കാൻ വയ്യ, ഓടിക്കണം. മറ്റവൻ വന്നാൽ വെട്ടിക്കൊല്ലും. തള്ളയും കൊല്ലും, മോനെയും കൊല്ലുമെന്നായപ്പോൾ മകൻ അവിടെ നിന്ന് ഓടി വന്നവൻ്റെ ഒരു കാലഘട്ടം അവിടെ അവസാനിച്ചു. അതാണ് സൂര്യൻ അസ്തമിച്ചു. പൈശാചിക ശക്തികളും ഇസബേലിയ ശക്തികളും സ്ത്രീ ശക്തികളും പറഞ്ഞ് അവൻ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിന് കാലതാമസമുണ്ട്. ദൈവം പറഞ്ഞ അനുഗ്രഹം നിന്റെ തക്ക സമയത്ത് നിന്റെ കൈ കിട്ടും. നീ എടുത്തു ചാടി അതിൻ്റെ പുറകിൽ ചാടരുത്. നീ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കും. അതാ പറയുന്നത്, സൂര്യൻ അസ്തമിച്ചു. അവൻ്റെ ജീവിതത്തിലെ ആ പഴയത് അവൻ്റെ അപ്പനും അമ്മയും, അതാണ് അപ്പനെ കാണിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു. അപ്പൻ്റെ ബ്ലെസ്സിങ്ങും അപ്പൻ്റെ കൂടെയുള്ള വാസവും അപ്പൻ്റെ കൂടെയുള്ള ലൈഫും അവിടെ അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കിടക്കുകയാണ്. വായിച്ചോ. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ച്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കൊണ്ട് അവിടെ എന്താണ് ഇരിക്കുന്നത്? കല്ല്. നല്ല സൂപ്പർ മെത്തയിൽ കിടന്നു തുടങ്ങിയവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എടുത്തയാട്ടം കയറി കള്ളം കപടം കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇപ്പൊ കല്ലായി. ഫ്രണ്ടിൽ കല്ല് നിൽക്കുക, ഒരു വലിയ കല്ല്. ആ കല്ല് പ്രൈസ് ദി ലോർഡ് ഒരു തടസ്സമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ തന്നെ വരുത്തി വെച്ച ഒരു കല്ല. ആ കല്ലൊരു തടസ്സമായി അവന്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ വാഗ്ദത്തം വിളിയുള്ള യാക്കോബ് ഒരു കാര്യം ചെയ്തു. ആ കല്ലിനെ അവൻ തലയണയാക്കി
മാറ്റിവെച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലുള്ള കല്ല് പോലെ ഇരിക്കുന്ന ഭാരമുള്ള വിഷയങ്ങളെ പ്രൈസ് ദി ലോർഡ്, നീ അതിനെ വലിയ ഭാരമായി കാണാതെ അതിനെ എടുത്ത് നീ തലയണയാക്കി മാറ്റിയാൽ, നീ അതിനൊരു തലയണെന്ന പേരിട്ട് കൊടുത്താൽ, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭാരമുള്ള വിഷയങ്ങളെ ഭാരമുള്ള വിഷയമായി കല്ലായി കാണാതെ അതൊരു അനുഗ്രഹമാക്കി നീ മാറ്റാൻ മനഃപൂർവമായി ഇന്ന് നിന്റെ മുമ്പിൽ കിടക്കുന്ന തടസ്സങ്ങളെ ഒരു അനുഗ്രഹമായി നീ കണ്ടാൽ, ഇന്ന് നിന്റെ മുമ്പിലുള്ള ഏത് കല്ല് പോലെ അടിക്കുന്ന ഭാരമുള്ള വിഷയത്തെ നിനക്കതിനൊരു പേരിടാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ കല്ലെന്ന് വിളിക്കാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ നിനക്ക് വേണമെങ്കിൽ അതിനെ തലയണയെന്ന് പറയാം. പാടുള്ള കാര്യമാണ്. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? ഞാൻ പറഞ്ഞ വചനം എത്ര പേര് കൂടി ഇന്ന് നിന്റെ മുമ്പിലുള്ള ഏത് വിഷയത്തെയും വേണമെങ്കിൽ കല്ലെന്ന് നിനക്ക് വിളിക്കാം. ആ കല്ലെന്ന് വിളിച്ചാൽ കല്ലിൻ്റെ പ്രതിഫലമാണ്, കല്ലിൻ്റെ അനുഭവം നിനക്കുണ്ടാവും. പക്ഷെ അതിനെ നീ തലയണയെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനെ ഒരു ഫില്ലോയാക്കി നീ മാറ്റാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവം പറയാണ്, നീ ഇട്ട പേര്. ഇതിന്റെ 16, 16, 17 വായിച്ചാട്ടെ. ആദ്യം യാക്കോബ് കണ്ടത് കല്ലിനെയാണ്. പക്ഷേ യാക്കോബ് മനഃപൂർവ്വമായിട്ട് അതിനെ തലയണയെന്ന് വിളിച്ചു. ഈ കല്ല് പിന്നെ എന്തായി? വായിച്ചോ. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. വാഗ്ദത്തമുള്ളവൻ വെളിപ്പെട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം സൂര്യൻ അസ്തമിച്ചു, തളർന്നില്ല. 2, അവന്റെ മുമ്പിൽ കല്ലേ ഉള്ളൂ. കല്ലിനെ അവൻ തലയണയെന്ന് പേരിട്ട് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയും അവൻ തളർന്നില്ല. 3ാമത് അവൻ കല്ലിനെ ആ പ്രതികൂലമായി തടസ്സമായി കല്ലുപോലെ അവന്റെ ഫ്രണ്ടിൽ നിന്നതിനെ സ്വർഗത്തിലെ ദൈവം തലയണയായി അവൻ മാറ്റിയപ്പോൾ അതിനെ നെടുന്തൂണാക്കി അതിനകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് ആലയത്തിന് ഒരു പ്രയോജനമുള്ള ഒരു കല്ലായി അതിനെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിന്റെ വീട്ടിനകത്ത് ചില കല്ല് പോലെയുള്ള ചില വ്യക്തികളുണ്ട്. ഇതുവരെ മാനസാന്തരപ്പെടാത്ത, ഇതുവരെ രൂപാന്തരപ്പെടാത്ത, ഇതുവരെ ദൈവിക അനുസരണത്തിൽ വരാത്ത ചില വ്യക്തികളെ, ചില കല്ലുകളെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നാളെ ആലയത്തിലെ നെടും തൂണുകളാക്കി, നെടും തൂണുകളായി. നിന്റെ സ്വന്തം വീട്ടിനകത്ത് മാനസാന്തരപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ളവരെ ആലയത്തിന്റെ നെടും തൂണുകളായി. ആലയത്തിലെ നെടും തൂണാക്കി മാറ്റിയത് ഒരു കല്ലിന്റെ പോക്കാണ്. ഒരു സാധാരണ കല്ലിനെ നീ എങ്ങനെയാണ് കാണുന്നത്? നിന്റെ കണ്ണുകൾക്കൊരു പവറുണ്ട്, നിന്റെ വാക്കിനൊരു പവറുണ്ട്, നിന്റെ മനസ്സിനൊരു പവറുണ്ട്, നിന്റെ കരസ്പർശനങ്ങൾക്കൊരു പവറുണ്ട്. നിനക്ക് വിഷയങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റും, നിനക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. നീ ഒരു സൂപ്പർ നാച്ചുറലാണ്. അപ്പന്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ യാക്കോബ് ഒരു പ്രവാചകനായി, അപ്പന്റെ ഇമ്പോർട്ടേഷൻ കിട്ടിയപ്പോൾ യാക്കോബ് ഒരു അഭിഷിക്തനായി. പ്രൈസ് ദി ലോർഡ്. ആ യാക്കോബ് വാഗ്ദത്തമുള്ളവനാണ്, കൃപയുള്ളവനാണ്, ദൂതുള്ളവനാണ്. അവിടെ മഹാഭയങ്കര സ്ഥലം. ഇവിടെ യഹോവയുണ്ട്. ഹല്ലേലൂയ. അപ്പനെ പറ്റിച്ച് സഹോദരനെ പറ്റിച്ചൊക്കെ ഇറങ്ങിയെങ്കിലും ജനിക്കുന്നതിന് മുമ്പേ മൂത്തവന്റെ ഉള്ളം കാലിൽ പിടിച്ച് ഹല്ലേലൂയ കുതികാലിൽ പിടിച്ച് ഇറങ്ങി തിരിച്ചവനാണ്. ജനിക്കുന്നതിന് മുമ്പേ ദൂതുള്ളവനാ, ജനിക്കുന്നതിന് മുമ്പേ വാഗ്ദത്തമുള്ളവനാ. ഈ വാഗ്ദത്തമുള്ളവന്റെ അകത്ത് വിശ്വാസമുണ്ട്. വിശ്വാസവും വാഗ്ദത്തവും ഉള്ളവന്റെ നടുവിൽ ചരിത്രങ്ങളെ മാറ്റാനുള്ള അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കല്ലിനെ വരെ മാറ്റുന്ന അഭിഷേകം നിന്റെ മുമ്പിൽ. അതാണ് വാഗ്ദത്തമുള്ളവൻ. അവന്റെ പ്രത്യേകത, ഏത് പ്രതികൂലവും, ഏത് വലിയ വിഷയങ്ങളും കാര്യങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, എത്ര വലിയ ഭീകരമായ പ്രതിസന്ധികൾ വന്നാലും അവൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പ്രവാചകന്മാരെ നോക്കി വിദേശ രാജ്യങ്ങളിൽ ആഫ്രിക്കയിലുള്ള ഒരു ദൈവത്തിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു പ്രവാചകന് ഒരു പ്രത്യേകതയുണ്ട്. അവനെ നോക്കി നിങ്ങൾ പരിതപിക്കേണ്ട കാര്യമില്ല. അവനൊരു അസാധാരണ ഗ്ലോറി അകത്തുള്ളവനാണ്. ഏത് പ്രതിസന്ധികളും എത്ര വലിയ കഠിനമായ പ്രതികൂലങ്ങളും ഉണ്ടായാലും പ്രവാചകൻ പുറത്തു വരും. പ്രവാചകൻ പുറത്തു വരും. അഭിഷിക്തന്മാർ പുറത്തു വരും. അവന് വിരോധമായി നിനക്ക് നീ അവനെ നോക്കി പരിതപിക്കണ്ട, സഹതപിക്കണ്ട. അവൻ അതിനകത്ത് നിന്ന് പുറത്തു വന്നിരിക്കും. കല്ലിനെ പ്രവാചകൻ തലയണയാക്കും, തലയണയെ പ്രവാചകൻ തൂണാക്കും. ആ തൂണിന്റെ മേൽ ദൈവത്തെ ആരാധിക്കുന്ന എണ്ണയൊഴിക്കും, തിരികത്തിക്കും. ആലയത്തിൽ ആ തൂണ് നിറശോഭയോടെ നിൽക്കും. ഒരാലയത്തിനകത്ത് എത്ര കൊടിയ കല്ല് പോലെ ഒരുത്തൻ ഇരുന്നാലും പ്രവാചകൻ അവനെ നോക്കി രണ്ട് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലൊരു തലയണയായി ആശ്വാസമായി മാറും. പിന്നത്തേതിൽ ആ കല്ലൊരു നെടുംതൂണ് പോലെ ദൈവസഭയിൽ കത്താൻ തുടങ്ങും. ഏത് മനുഷ്യനെയും മാറ്റാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് സാധിക്കും. ഏത് വ്യക്തികളെ, ഏത് കഠിന ഹൃദയരെ, ഏത് ശാപം പിടിച്ചവനെ, ഏത് എഴുന്നേറ്റം പിടിക്കാത്തവനെ, ഏത് നിഗളികളെ, ഏത് അഹങ്കാരികളെ, എത്ര വലിയവനെ, എത്ര വലിയ മറുതലിപ്പ് ഉള്ളവനെ മാറ്റാൻ ദൈവം ഭയങ്കരനാണ്. ദൈവം ഭയങ്കരനാണ്. ദൈവം ഭയങ്കരനാണ്. മറക്കാത്തവൻ തന്റെ ജനത്തിനോട് ചെയ്യുന്ന സകല കാര്യങ്ങളും എഴുതി വെച്ച് അതിന് മറുപടിയും പ്രതികാരവും ചെയ്യുന്ന ഒരു ദൈവം. ഒരു കല്ലിന്റെ ചരിത്രം മാറിയില്ല. കല്ലിന്റെ ചരിത്രം മാറിയ നിന്റെ ചരിത്രം മാറത്തില്ലേ? എത്ര പേർ വിശ്വസിക്കുന്നു കല്ലിന്റെ ചരിത്രം മാറി? വാ തുറന്ന് പറ. ഒരു സാധാരണ കല്ലിനെ പ്രവാചകൻ തൊട്ടപ്പോൾ അതിന്റെ ചരിത്രം മാറിയെങ്കിൽ നിന്റെ ചരിത്രം യേശു എന്ന കല്ല്, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു എന്ന മൂലക്കല്ല് അടിസ്ഥാനമിട്ടിരിക്കുന്ന നിന്റെ ലൈഫ് ഇന്ന് പകൽക്കാലം ചേഞ്ച് ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ ചരിത്രത്തെ പരിശുദ്ധാത്മ മാറ്റാൻ പോവുകയാണ്. നിന്റെ ചരിത്രം ഇന്ന് പകൽ ആത്മനിറവോടെ ദൈവം പറയുകയാണ്, നിന്റെ ചരിത്രം ആകമാനം മാറിപ്പോകാൻ പോകുന്നു. നിന്റെ പഴയ ചരിത്രങ്ങൾ മാറാൻ പോകുന്നു. ഇതാ ഒരു പുതിയ ചരിത്രം രചിക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്ന കല്ലുകളെ തൂണുകളാക്കുന്ന ദൈവം, കല്ലുകളെ തലയണയാക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിന്റെ ഫ്രണ്ടിൽ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന സകല മേഖലകളെ, സകല തടസ്സങ്ങളെ സ്തോത്രം. ഉൽപ്പത്തി 37:18 വായിച്ച്. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. രൂബേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്നും അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കരുതേ, മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിനെന്ന് പറഞ്ഞു. യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്ഥലത്തിന്റെ പേരാണ് ദോദാൻ. എന്താണ്? ദോദാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് എന്ന് പറയുന്ന വലിയൊരു പ്രവാചകൻ, അഭിഷിക്തൻ, വെളിപ്പാടും ദർശനവും സ്വപ്നവും കണ്ട് നടന്നവൻ. സ്വന്തം അപ്പൻ ഒരു നീലയങ്കി പുള്ളിക്കങ്ങ് വെച്ചു കൊടുത്തു. അപ്പൻ്റെ അടുത്ത് കള്ളമൊന്നും പറയത്തില്ല യോസേഫ്. അതാണ് യോസേഫിൻ്റെ പ്രത്യേകത.
ഭൂമിയിലെ അപ്പനും സ്വർഗസ്ഥനായ അപ്പനും തമ്മിൽ ബന്ധമുണ്ടായിരുന്ന യോസേഫ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സഹോദരങ്ങളെല്ലാം ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളും രഹസ്യങ്ങളും കേട്ട് തൻ്റെ സ്വന്തം അപ്പനോട് വന്ന് പറയുന്നത് കൊണ്ട്, സ്വപ്നം കാണുന്നത് കൊണ്ടും ഇവനെ അസൂയയോടെ എങ്ങനെ കൊല്ലാമെന്ന് ഗൂഢാലോചന നടത്തി ഇവർ വട്ടം വളഞ്ഞിരിക്കുമ്പോൾ ദോതാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ യോസേഫ് പഴങ്കഞ്ഞിയുമായിട്ട് അങ്ങനെ വന്നു. ചേട്ടന്മാരുടെ പാവം നിഷ്കളങ്കനായ മനുഷ്യൻ. പക്ഷേ വട്ടം കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയം മുഴുവൻ എങ്ങനെ അവനെ കൊല്ലാം. ഒരു സ്വപ്നം കണ്ട ഒരിക്കൽ പറഞ്ഞതേ ഉള്ളൂ, സൂര്യനും ചന്ദ്രനും 11 കറ്റകളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതോടുകൂടി എല്ലാവർക്കും അസൂയായി. അപ്പൊ ദോതാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാൽ സംഭവം നടക്കുന്നത്. ആ സ്ഥലത്ത് യോസേഫിനെ വസ്ത്രം വലിച്ചു കീറി. ആര്? അപ്പോൾ പ്രവാചകന്മാർ വാഴാത്ത സ്ഥലമാണ് ഏത് സ്ഥലം? ദോതാൻ. സ്വപ്നം കാണുന്നവനും പ്രവാചകനും വെളിപ്പാടുള്ളവനും വാഗ്ദത്തമുള്ളവനും കൊന്നു മുടിച്ചു കളയുന്ന ചതിയന്മാരുടെ സ്ഥലം, വഞ്ചകന്മാരുടെ സ്ഥലം, ഗൂഢാലോചന നടത്തുന്നവരുടെ സ്ഥലം, ഹല്ലേലൂയ, കൊന്നു കുഴിയിലെറിയുന്ന സ്ഥലം. ആ ദോതാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യോസേഫിനെ എടുത്ത് കിണറ്റിലിട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ അഭിഷിക്തന്മാരെ കൊന്നു മുടിച്ചു കളയാൻ തക്കവണ്ണം ഇവരെല്ലാം എഴുന്നേറ്റു. 10-11 എഴുന്നേറ്റ് എല്ലാം ഇത് ചെയ്തു. അവരറിഞ്ഞില്ല ഈ കിണറ്റിൽ വീഴുന്നവനാണ് കുറച്ച് വർഷം കഴിയുമ്പോൾ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ശക്തമായി എല്ലാം കൂടെ പറയും. ഒരാൾ പറഞ്ഞു കൊല്ലണ്ട, വലിച്ചു കയറിയാൽ മതി, വസ്ത്രമൊക്കെ വരും. ചില ആൾക്കാർ എല്ലാവരും കൂടെ പറയുമ്പോഴേ അതിൽ ഏതെങ്കിലും ഒരുത്തൻ പറയും കൊല്ലണ്ട, കൂടുതലും ചെയ്യണ്ട. ഈ കൊല്ലണ്ട എന്ന് പറഞ്ഞവൻ നിന്നാണ് യേശു ക്രിസ്തു എഴുന്നേറ്റത്. അഭിഷിക്തനെ കൊല്ലാൻ വേണ്ടി മറ്റവന്മാരെല്ലാം കൂടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു കൊല്ലണ്ട. ഹല്ലേലൂയ. ഈ കൊല്ലണ്ട എന്ന് പറഞ്ഞവൻ നിന്നാണ് ക്രിസ്തു പുറത്തു വന്നത്. മറ്റവന്മാരെ ഒന്നും അഡ്രസ്സ് പോലും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പമെങ്കിലും ദയയും കരുണയും ദൈവത്തിന്റെ അഭിഷിക്തന്മാരും ശുശ്രൂഷകരും വിശുദ്ധന്മാരോടും നീ കാണിച്ചാൽ ദൈവവും നിന്നോടൊരു ദയ കാണിക്കും. ഹല്ലേലൂയ. അപ്പൊ കൊല്ലണ്ട എന്ന് ഒരുത്തൻ പറഞ്ഞു, മറ്റന്മാരും കൂടെ എടുത്ത് വലിച്ചു കയറിയിട്ടു. ഈ സ്ഥലത്തെ ദൈവം പിൽക്കാലത്ത് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. ആ ആ ആ ആ ദോതാൻ. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അരാമ്യ പടക്കൂട്ടം ഇസ്രായേൽ ജനത്തെ ശമരിയ കൂട്ടത്തൊക്കെ വളഞ്ഞു കൊല്ലാൻ വേണ്ടി പ്ലാനും പദ്ധതി ഇടുമ്പോൾ അരാമ്യ പടക്കൂട്ടത്തെ അയച്ച രാജാവ് തൻ്റെ അരമനയിലിരുന്ന് പറയുന്ന കാര്യം അവരോട് പറഞ്ഞു. ഇതെങ്ങനെ അറിയുന്നത്? ഇസ്രായേലിനെ കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി യുദ്ധസന്നദ്ധമായി നമ്മൾ ചെല്ലുമ്പോൾ അവർ നേരത്തെ ഇത് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ ഇത് സംഭവിക്കുന്നത്? അവർ അകമ്പടി നായകന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, രാജാവേ, നീ നിന്റെ പള്ളി അറയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരു പ്രവാചകനുണ്ട്, എലീശ. ഹല്ലേലൂയ. ഒരിക്കൽ യോസേഫിനെ കൊന്നു മുടിച്ചു കളയാൻ വേണ്ടി സഹോദരങ്ങൾ വട്ടമിട്ട അതേ ദോതാനിൽ ദൈവം ആ ചരിത്രം മാറ്റിയിട്ട് 100-ൽ പരം പ്രവാചകന്മാർ ആത്മനിറവിൽ ആരാധിച്ച് ദൂത് പറഞ്ഞ് പ്രവചിക്കുന്ന ഒരു സ്ഥലമാക്കി ദൈവം അതിനെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രവാചകനെ കൊല്ലാൻ നോക്കിയാൽ 100 എണ്ണത്തിന് പകരം എഴുന്നേൽപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ പ്രവാചകന്മാർ അതിനകത്ത് നിന്ന് ആത്മനിറവിൽ ആരാധിച്ച് പറയുകയാണ്, അരാമ്യ പടക്കൂട്ടം എന്ത് ചെയ്താലും നനച്ചാലും അവന്റെ പള്ളി അറയ്ക്കകത്തിരുന്ന് പറയുന്ന കാര്യം പറയുന്ന യോസേഫിനെ വെല്ലുന്ന പ്രവാചകനെ എന്റെ ദൈവം അതേ ദോതാനിൽ എഴുന്നേൽപ്പിക്കുക. എവിടെ നിന്നെ വാഴത്തില്ലെന്ന് പറയുന്നു, എവിടെ നിന്നെ മുന്നോട്ട് നടത്തത്തില്ലെന്ന് പറയുന്നു, എവിടെ നിന്നെ വലിച്ചു കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എവിടെ നിന്നെ പരസ്യ കോലമാക്കുമെന്ന് വെല്ലുവിളിക്കുന്നു, അതേ സ്ഥലത്ത് എലീശ ഗ്ലോറി വെളിപ്പെടാൻ പോയ. പ്രൈസ് ദി ലോർഡ്.
മനുഷ്യന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. എവിടെ നിന്നെ പരസ്യ കോലമാക്കുമോ, എവിടെ നിന്നെ വസ്ത്രം വലിച്ചു കീറി, എവിടെ നിന്നെ കുഴിയിലിട്ട്, എവിടെ നിന്നെ മുടിപ്പിച്ച്, എവിടെ നിന്നെ തീർത്തുകളയുമെന്ന് പല്ല് വിളിച്ച് ഗൂഢാലോചന നടത്തുന്ന വ്യക്തികളുണ്ടോ, ആ വ്യക്തികൾ മരിച്ചു മണ്ണടിയും. പക്ഷേ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ എഴുന്നേക്കും, നീ എലീശയായി മാറും. നീ ഒരു എലീശയെ പോലെ നൂറുകണക്കിന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. അവർ രാജാക്കന്മാരോട് ദൂത് പറയും. ഇതാ പറയുന്നത്, ദൈവത്തിൻ്റെ പരിപാടി വേറെയാണ്. കർത്താവിൻ്റെ പരിപാടി ഭയങ്കരമാണ്. എവിടെ നിന്നെ തകർക്കാൻ ഒരു അഭിഷേകവും ദർശനവും വെളിപ്പാടുമുള്ളവൻ എവിടെ പരാജയപ്പെട്ടോ, സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി അവിടെ ഇറങ്ങാനിടയാകും. അതേ സ്ഥലത്തെ മാറ്റും, ആ ഏരിയ മാറ്റും. ശാപം പിടിച്ച സ്ഥലങ്ങൾ അനുഗ്രഹമായി മാറാൻ പോകുന്നു. നിനക്ക് ഇന്ന് ശാപമായിരിക്കുന്ന ഏരിയകൾ, നിന്റെ ലൈഫിൽ ഇന്ന് നിനക്കൊരു അപമാനമായിരിക്കുന്ന മേഖലകൾ, വ്യക്തികൾ നാളെ നിനക്ക് അനുകൂലമായി മാറും. നിന്റെ സാഹചര്യങ്ങൾ മാറും. നിന്റെ ശാപങ്ങൾ അഴിയാൻ പോവുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നീ പുറത്തു വരാൻ പോകുന്നു. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. Hallelujah, Jesus. Praise the Lord. ഞാൻ പറഞ്ഞട്ടെ, പാഷന്മാർ പറഞ്ഞിട്ട് ആരും കൈയടിക്കരുത്. ഹല്ലേലൂയ. പാഷന്മാർ പറഞ്ഞ് സ്വോത്രം പറയരുത്. പാസ്റ്റേഴ്സ് പറഞ്ഞിട്ടല്ല നീ അത് ചെയ്യേണ്ടത്. അതിൽ ദൈവപ്രസാദം ഇല്ല. നീ അടിക്കുന്ന ഒരു കയ്യടിയും സ്വർഗത്തിലെത്തത്തില്ല. നീ പറയുന്ന ഒരു സ്തോത്രവും സ്വർഗത്തിലെത്തത്തില്ല. കർത്താവ് പറഞ്ഞ നാമത്തിൽ പറയട്ടെ, നീ ചെയ്യേണ്ട സ്വമേധാന ദാനം. നീ സ്വയമേ ഒരു ദൈവത്തിന് കൊടുക്കേണ്ട, അർപ്പിക്കേണ്ടതാണ് സ്തോത്ര വഴിപാട്. നീ സ്വയമേ അർപ്പിക്കേണ്ടതാണ് കരമടി. നീ സ്വയമേ അർപ്പിക്കേണ്ടതാണ് ഹല്ലേലൂയ. നീ അഭിഷിക്തന്മാർ കൈയടിക്ക് സ്തോത്രം ചെയ്യ്, ഹല്ലേലൂയ പറ എന്ന് പറയാം. റോബോട്ടിനെ പോലെ ചലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അവിടെ ഇരുന്ന് നിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകും. പക്ഷേ നീ സ്വമേധയാ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോഴാ നിന്റെ ആരാധന സ്വർഗത്തിലൊരു വഴിപാടായി മാറും. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ആലയത്തിനകത്ത് ആരാധനയ്ക്ക് വന്നിട്ട് ആരെങ്കിലും പറഞ്ഞ് പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും വലിയ അപകടമാണ്. നിനക്കൊരു പ്രതിഫലം അതിൽ നിന്ന് കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ സ്വയമേ ആത്മാവിൽ ആരാധിക്കും. പിശാചുള്ളവൻ അനങ്ങാ പാറയായി കുലുങ്ങാതെ അവൻ അവിടെ ഇരുന്ന് കാറ്റ് പിടിച്ചാൽ അനങ്ങാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ കരങ്ങൾ, നിന്റെ ശരീരം ദൈവത്തിന് യാഗമായി അർപ്പിച്ചാൽ ഇന്ന് പകല നിന്റെ അകത്തുള്ള ദുരാത്മ മണ്ഡലങ്ങൾ പൊട്ടി ദൈവം നിന്നെ അടുത്ത സീസൺ കയറ്റാൻ പോകുക. നിന്നെ ഒരു എലീശ ഗ്ലോറിയാൽ നിറയ്ക്കാൻ പോകുന്നു. ഒരു പ്രവാചകനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ, കുഴിയിലിട്ട് കൊല്ലാൻ, നശിപ്പിക്കാൻ ഇസബേലിയ ശക്തികളും സ്ത്രീ ശക്തികളും ഗൂഢാലോചനക്കാരും ശ്രമിക്കുമ്പോൾ അതേ സ്ഥലത്ത്, അതേ ദേശത്ത് നൂറുകണക്കിന് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് രാജാക്കന്മാരുടെ ദൂതുകൾ അറിയിക്കാൻ അവരെ യൂസ് ചെയ്തെങ്കിൽ, അതാണ് പറയുന്നത്, മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല. സ്ഥലങ്ങളെ വരെ ദൈവം നോട്ട് ചെയ്യും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് നോട്ട് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം നോട്ട് ചെയ്ത് മറുപടി തിരിച്ച്, അതാണ് ബൂമറാങ് പോലെയാണ് സ്വർഗം. ഈ ഭൂമിയിൽ നീ എന്ത് ചെയ്താലും തിരിച്ച് അതിന് ഉടനെ പ്രതിഫലം നിനക്കുണ്ട്. നീ എന്താണ് അളന്ന്, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടും. നിന്നെ ഒരു ദേശത്തിൽ നീ കാല് ചവിട്ടിയാൽ നീ ചവിട്ടുന്നത് കൊണ്ട് ആ ദേശത്തിന്റെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് അബ്രഹാം മോറിയ മലയ്ക്കകത്ത് 22-ാം അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാം തൻ്റെ മകനെയും കൊണ്ട്, ഒരാടിനെയും കൊണ്ട്, ഒരു കഴുതയുടെ പുറത്ത് കുറച്ച് വിറകും വെച്ച് തൻ്റെ മകൻ്റെ കയ്യും പിടിച്ച് ആകെയുള്ള ഒരു മോൻ 25 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകനാണ്. 25-ാമത്തെ വർഷമായപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഈ മോനെ ഇനി കൊണ്ടുവാ. ഹല്ലേലൂയ. ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ചെയ്യുമോ? 25 വർഷം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ദൈവം ദാനമായി കൊടുത്ത തലമുറയെ സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു, നിനക്ക് ഞാൻ തന്ന ദാനമാണോ വലുത്, ഞാനാണോ വലുത്? എത്ര പേര് പറഞ്ഞു? ഞാൻ ചോദിക്കുക നിങ്ങളുടെ അടുത്ത്, ദാനമാണോ വലുത്, ദാതാവാണോ വലുത്? എത്ര പേർക്ക് അങ്ങനെ ഉണ്ട്? ദാനമാണോ വലുത്, ദാതാവാണോ വലിവൻ? പക്ഷേ ജീവിതം കൊണ്ട് അങ്ങനെ അല്ലല്ലോ. കിട്ടിയ ദാനവും കൊണ്ട് ഇരിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ലൈഫിനകത്ത് ദൈവം തരുന്ന ചില ദാനങ്ങളെ വലിയവരായി കാണുന്ന ആൾക്കാരുണ്ട്. നിനക്ക് ദൈവം തരുന്ന ഭൂമിയിലെ ദാനങ്ങളല്ല വലുത്, അത് ഏത് നിമിഷവും നിനക്ക് നഷ്ടപ്പെടാം. അത് തന്നവൻ തിരിച്ചെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ദൈവം ദാനങ്ങളെ കൊടുത്തിട്ട് നിഗളിച്ചവരുണ്ട്. അവരുടെ അവസാനം ഭയങ്കര കഷ്ടമായിരുന്നു. അതാണ് ശലോമോൻ. ശലോമോൻ്റെ ആരംഭം സൂപ്പറായിരുന്നു. നല്ല ജ്ഞാനി, നല്ല ദൈവഭയമുള്ളവൻ, ആലയം പണിതവൻ. ഹല്ലേലൂയ. ആലയം പണിതവനാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ജ്ഞാനം എല്ലാം കയറി സമ്പത്തെല്ലാം അങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്ക് ആകപ്പാടെ ഒരു വെപ്രാളം. പ്രൈസ് ദി ലോർഡ്. 1000 ഭാര്യമാര്, 700, ഇഷ്ടംപോലെ കൊടുക്കാനുണ്ടല്ലോ, ഇഷ്ടംപോലെ പണമുണ്ട്, ഒരുപാട് കൊട്ടാര സദൃശ സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഇതുണ്ട്. പുള്ളി 700 ഭാര്യമാരെ കല്യാണം, 300 വെപ്പാട്ടിമാരും, 1000 പേര്. ഭൂമിയിൽ ഇന്ന് വരെ ഒരു അംബാനി പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ഇല്ലാതെ കാസിനോ ചിലപ്പോൾ കാണും. കാസിനോ, ഹല്ലേലൂയ. കാസിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ പറ്റിച്ച ഒരു ചരിത്രകാരന്മാരുണ്ട്. ശലോമോനേക്കാളും ഭീകരന്മാരുണ്ടായിരുന്നു, ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ശലോമോൻ എന്ത് ചെയ്തു? പണം കയറി, സമ്പത്ത് കയറി, ശേബാരാജ്ഞി വന്ന് സമ്പത്തെല്ലാം കണ്ട് ഞെട്ടി ബോധം കണ്ടൊക്കെ വീണ് അങ്ങ് പോയി. ആരംഭം സൂപ്പർ. ദൈവം കൊടുത്ത ദാനം കണ്ട് കണ്ണ് മയങ്ങി അതിനകത്തങ്ങ് ലഹരി പിടിച്ച് മോഹവലയത്തിനായി ദാതാവിനെ എന്ത് ചെയ്തു? ചില ആൾക്കാരുണ്ട് ദൈവത്തിനെല്ലാം 2ാം സ്ഥാനം കൊടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ഒന്നാമത് അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. എത്ര ദൈവം ഭൂമിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചാലും അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് മക്കളാണെങ്കിലും ദൈവത്തിൻ്റെ ദാനം, അല്ല വീടാണെങ്കിലും ദൈവത്തിൻ്റെ ദാനം. ഈ ഭൂമിയിൽ എന്തുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമല്ല വലുത്, ദാതാവാണ് വലുത്. 5000 പുരുഷന്മാരെ മരുഭൂമിയിൽ വെച്ച് അപ്പം കൊടുത്ത യേശു ക്രിസ്തു ക്രൂശി കിടന്നപ്പോൾ അപ്പം കഴിച്ചവരൊന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശലോമോന്റെ അവസാനം എന്തായി? ഭാര്യമാർ പറഞ്ഞു, ചേട്ടാ എനിക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, 2 വിളക്ക് നേർച്ചയായിട്ട് കൊടുക്കണം. അപ്പോൾ ശലോമോൻ പറഞ്ഞു, അതിനെന്താ, ദൈവത്തേക്കാൾ വലുതല്ലേ ഈ ചേച്ചി പറയുന്ന കാര്യം. അവൻ പറഞ്ഞു, നോ പ്രോബ്ലം, 1, 2, അത് വലുത് വേണോ ചെറുത് വേണോ, വലുതോ ചെറുതോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിളക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടംപോലെ പണവും കിടക്കല്ലേ, ഞാൻ വരുന്നില്ലല്ലോ ക്ഷേത്രത്തിൽ. ഹല്ലേലൂയ. നീ പോയി വിളക്ക് വെച്ചാൽ മതി. അല്ല, ചേട്ടനും കൂടെ വരണം, വെളിയിൽ നിന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ശലോമോൻ വെളിയിൽ പോയി. എന്തായാലും വെളി ഇവിടെ വരെ വന്നു, അകത്തും കൂടെ കയറി നോക്കാനായിട്ട് പോവാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എല്ലാ ഭാര്യമാരും കൂടെ ചേർന്ന് ചേട്ടനെ ഹണി എന്നൊക്കെ വിളിച്ച് ഒരു പരുവാക്കി കെണിയിലാക്കി. അവസാനം ചേട്ടൻ ഇപ്പം വംശാവലിയിലില്ല, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ചേട്ടനില്ല, ചേട്ടൻ കുഴിയിലായി. ഹല്ലേലൂയ. ആരംഭം സൂപ്പറായിരുന്നു. കണ്ണ് മങ്ങി പോകരുത്. ദാനം കിട്ടിയത് ദാനമാണ്, ദാതാവിനെ നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മറ്റൊരാളുണ്ട്, പൗലോസ്. 9.5 കോടി രൂപയുടെ ആസ്തിയുള്ളവൻ, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ, അധികാരപത്രമുള്ളവൻ, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവൻ, പണ്ഡിതൻ, പാരമ്പര്യമായി റോമ പാരമ്പര്യത്തിൽ ജനിച്ചവൻ, ഹല്ലേലൂയ, ബെന്യാമിൻ ഗോത്രത്തിനകത്ത് ജനിച്ചവൻ. പക്ഷേ സൂര്യനെ പോലെ തേജസ്സുള്ള മഹത്വമുള്ള ക്രിസ്തുവിനെ കണ്ടപ്പോൾ തൻ്റെ കണ്ണ് 3 ദിവസം കുരുടായി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ തൻ്റെ കണ്ണിനുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയിട്ട് യേശുവിനെ വലിയവനായി കണ്ട ആ പൗലോസിനെ പോലെ, ഹല്ലേലൂയ, ആ പൗലോസ് മരിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല ഓട്ടം ഓടി, ബിരുദം പ്രാപിച്ചു, വിശ്വാസം കാത്തു. എല്ലാ നല്ല ദാനങ്ങളും നല്ലതാണ്, പക്ഷെ നിന്റെ വിശ്വാസം നീ കാത്തോളണം. എല്ലാം നല്ലതാ, എല്ലാ ദാനങ്ങളും ഈ ഭൂമിയിൽ എത്ര നിന്നെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായാലും നീ ദൈവത്തെ മറക്കരുത്. പലപ്പോഴും അതങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വലിയ പണിയാണ്, പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ പാടാ. വിശ്വാസം പോകരുത്. നിന്റെ വിശ്വാസം കൊണ്ടാണ് നിനക്കൊരു നന്മ ഉണ്ടാകുന്നത്. ആദ്യം നീ ദൈവത്തിൻ്റെ പുറകെ പോയത് കൊണ്ടാണ്
ഹല്ലേലൂയ, നിനക്ക് ഈ ദാനങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. പക്ഷേ ദാനം കിട്ടുമ്പോൾ ദാനത്തിലോട്ട് വായി തുറന്ന് നോക്കി നിന്നാൽ നിന്റെ ഹല്ലേലൂയ കാര്യത്തിന് തീരുമാനമാകും. കാരണം ദാതാവ് നിന്നെ വിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വാസം കാത്തോളണം. ചിലർ പറയും പാരമ്പര്യം, പാരമ്പര്യം വലിയ സംഭവമാണ്, ഞാൻ ഭാരമാണ്, ഇത്ര വർഷത്തെ 100 വർഷത്തെ പാരമ്പര്യം, 60 വർഷത്തെ 500 വർഷത്തെ പാരമ്പര്യത്തിൽ ജനിച്ച ഇന്ന ആളാണ്. 500-100 വർഷത്തിന് മുമ്പ് നിന്റെ പാരമ്പര്യം ഞാൻ പറഞ്ഞു തരാം. സോപ്പും സൂപ്പിന് വേണ്ടി മതം മാറിയ പാരമ്പര്യം, അതാണ് നിൻ്റെത്. 100 വർഷത്തിന് മുമ്പ് ഞാൻ CSAക്കാരനാണ്. 100 വർഷത്തിന് മുമ്പ് മാറ് മറയ്ക്കാനും നേരെ ആഹാരം കഴിക്കാനും വേണ്ടി യേശുവിനെ അല്ല സ്വീകരിച്ച, മതം സ്വീകരിച്ചവരാണ് നിങ്ങൾ. അതാണ് നിന്റെ പാരമ്പര്യം. അതായത് മതം മാറി ക്രിസ്തുവിനെ സ്വീകരിച്ച പാരമ്പര്യമല്ല. നേരെ ആഹാരം കഴിക്കാനും വെളിയിൽ ഇറങ്ങി നടക്കാനും തുണി കൊടുക്കാനും വേണ്ടി മതം മാറിയതും സോപ്പും കിട്ടാൻ വേണ്ടി, അതാണ് പാരമ്പര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നിങ്ങളുടെ പാരമ്പര്യം. മുത്തച്ഛന്മാരുടെ അപ്പൻ്റെ പാരമ്പര്യം അതാ. അല്ലാതെ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ സ്വീകരിച്ച പാരമ്പര്യമല്ല. ആ പാരമ്പര്യം അത് ലൂസിഫറാണ്. അത് നീ കഴുത്തിലിട്ടോണ്ട് നടന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ സർപ്പത്തെ നിന്റെ കഴുത്തിലിട്ടോണ്ട് നടക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അതങ്ങ് കളഞ്ഞിട്ട് ഇന്ന് പകല് ഞാൻ ഇന്ന ആളാണ്, ഇന്ന പാരമ്പര്യമാണ്, അയ്യോ എൻ്റെ പാരമ്പര്യം ഭയങ്കരമാണ്, നിന്റെ പാരമ്പര്യത്തിനകത്ത് കിടന്നുകൊണ്ടാണ് നീ എഴഞ്ഞ് നടക്കണത്. ആ പാരമ്പര്യത്തിനകത്ത് നിന്ന് നീ പുറത്ത് വന്നപ്പോഴാണ് നീ എന്ന് നടക്കാൻ തുടങ്ങിയത്. നിന്റെ തല ഒന്ന് ഉയർന്നത്, അല്ലെങ്കിൽ നിന്റെ ജീവിതകാലത്ത് നീ എഴുന്നക്കത്തിന് നീ എഴഞ്ഞ് നിന്റെ മണ്ണ് നിന്ന് നിന്റെ ഊപ്പാട് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പാരമ്പര്യം എന്താ? ചപ്പും ചവറും തിന്ന് മണ്ണും തിന്ന ശാപം പിടിച്ച പാരമ്പര്യം നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കരുത്. നിന്നെ ആ പാരമ്പര്യം എൻ്റെ പാരമ്പര്യം എന്നെ നശിപ്പിച്ചേ ഉള്ളൂ. ഞാൻ എൻ്റെ പാരമ്പര്യം പറയാറില്ല. ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന വലിയ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പാരമ്പര്യം പറയാൻ ഇന്ന് എനിക്ക് ലജ്ജയാണ്. നമ്മുടെ മുമ്പിൽ കുറേ ഉണക്ക ക്രിസ്ത്യാനികൾ വന്ന് വലിയ പാരമ്പര്യം പറയുമ്പോൾ എനിക്ക് ചിരി വരെ അകത്ത്. കാരണം നിന്നെക്കാൾ വലിയ പാരമ്പര്യമുള്ളവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ പാരമ്പര്യം ഞാൻ പറയുന്നില്ല, പിന്നെ നിനക്ക് ഇവിടെ നിന്ന് വലിയ പാരമ്പര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആ ഉണക്ക പാരമ്പര്യങ്ങളെ കാലുകൊടക്കി അടിച്ചു കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത് 10-28 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടു. ആ യേശുവിനെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട തല ഉയർത്തി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വലിയൊരു പാരമ്പര്യം പണ്ടുണ്ടായിരുന്നു. ആ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളയെടുത്ത് പിച്ചക്കാരെ പോലെ ദാരിദ്ര്യവാസികളായി ശാപം പിടിച്ചു കിടന്ന ആ ഉണക്ക പാരമ്പര്യത്തെ അടിച്ച് ദൂരെ കളഞ്ഞിട്ടാണ് ഞാൻ ജീവനുള്ള യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച് ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ വലിയവനായി കാണുന്ന മഹത്വമുള്ള മഹിമ കണ്ട സാക്ഷി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ ഇറങ്ങുമ്പോൾ ഒരാളായിരിക്കാം, നിന്റെ പാരമ്പര്യം നീ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങുക. നിന്റെ കൂടെ ഇന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരാൾ, ഒരു ആട്ടിൻകുട്ടിയും ഒരു തലമുറയായിരിക്കാം. നിന്റെ തലമുറയും ദാനം കിട്ടിയതൊന്നും വലുതായി കാണാതെ ചപ്പും ചവറന്നു വേണ്ട. എന്നിട്ട് നീ അതിനെ യാഗം കഴിപ്പിക്കുക, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ഇന്ന് ആരാധിക്കുന്ന മോറിയ മലയിൽ ഞാൻ ആലയം പണിയും, ഞാൻ ആലയം പണിയും. എന്റെ അഭിഷിക്തനായ അബ്രഹാമും തലമുറയും ആത്മനിറവിൽ ആരാധിച്ച ആ മോറിയ മലയിൽ, അവിടെയാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നോക്കുമ്പോൾ ശലോമോൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. ഒരു അഭിഷിക്തൻ കയറി ആത്മനിറവിൽ ആരാധിക്കാൻ വേണ്ടി ഒരു കൊച്ചിനെയും കൊണ്ട് അകത്ത് കയറി. ദൈവം അനുവദിച്ചില്ല. നിന്റെ മോനെ കൊടുക്കണ്ട, മോനെ കൊടുക്കാൻ മനസ്സ് കാണിച്ച എൻ്റെ അഭിഷിക്തനെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. ആരും തൊടാത്ത ഒരാട്. നീ നിന്റെ തലമുറയേക്കാൾ വലുതും ഇന്ന് നിനക്ക് ദാനം കിട്ടിയ സകലത്തേക്കാൾ വലുതായി ദൈവത്തെ കണ്ടാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും. നമ്മുടെ ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് നീ ഇന്ന് കാണുന്നതിനെ വലുതായി കണ്ട എന്നും നിന്റെ ജീവിതത്തിൽ അതേ കാണുകയുള്ളൂ. നീ അതിനെ ചപ്പന്നും ചവറന്നും എണ്ണിയിട്ട് തൻ്റെ ഇടമായിട്ട് വാഴപ്പിണ്ടി വെച്ച നെട്ടല്ലൊക്കെ മാറ്റിയിട്ട് നല്ല ഉരുക്കുള്ള നട്ടെല്ലും വെച്ച് ഇറങ്ങുക കർത്താവിന് വേണ്ടി.
ജീവനുള്ള ദൈവത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പുറമേ ക്രിസ്തീയ വിശ്വാസം പറഞ്ഞിട്ട് അകത്ത് ന്യായപ്രമാണം വെച്ച് നടക്കുന്ന ദുഷ്ട സാത്താനെ ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട, രൂപാന്തരപ്പെട എന്ന് പറ. പാമ്പിനെ വലിച്ച് ദൂരെ കളഞ്ഞിട്ട് യേശുവിന്റെ നാമത്തില് നീ യഥാർത്ഥ വിശ്വാസത്തിനകത്ത് കയറ. പാരമ്പര്യത്തെ വലിച്ചു ദൂരക്കള. എന്നിട്ട് നീ പറ, യേശുവിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ പുതിയ നിയമം പ്രസംഗിക്കുള്ളൂ, പക്ഷേ ജീവിക്കുന്നത് പഴയ നിയമത്തിനകത്ത്. ഹൃദയം മുഴുവനും ന്യായപ്രമാണം, വെളിയില് പുതിയ നിയമം. പറയുന്നത് മുഴുവനും പുതിയ നിയമം, പക്ഷേ അകത്ത് മുഴുവനും സ്നേഹമില്ല, ഒട്ടും സ്നേഹമില്ല. കൂട്ടു സഹോദരങ്ങളെ കണ്ടാ മിണ്ടൂല, കൈ കൊടുക്കൂല. പ്രൈസ്, പിണക്കം, ജാരശക, പക, എതിർ പ്രാർത്ഥന, മന്ത്രവാദ പ്രാർത്ഥന, ആവിചാര പ്രാർത്ഥന, കള്ളം, കപടം, വഞ്ചന, ചതി, എല്ലാ പരിപാടിയും കയ്യിൽ വെച്ചിട്ട് പ്രൈസ്, കുറ്റം, കുറവ്, പരദൂഷണം. പ്രൈസ് അല്ല, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് റിവൈവൽ സഭയിൽ വെളിപ്പെടാൻ പോകുന്നത് പറയുമ്പോൾ എനിക്കറിയാം ഇത് ഏത് ആത്മാവാണ്. കാലുമടക്കി അടിച്ച് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഇതല്ല ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാകണം. ദാനങ്ങളൊക്കെ വലിച്ചു കളഞ്ഞ് മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കുക. ഞങ്ങൾ ഇത്രത്തോളം വളരാൻ കാരണം ഞങ്ങളെ സ്ഥലങ്ങളും വീടും നിലം വിറ്റ് കർത്താവിൻ്റെ ശബ്ദം കേട്ട് അനുസരിച്ച് ഒരു രാത്രി 12 മണിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് 26 സെന്റ് സ്ഥലവും വീടും വെച്ച് അവിടെ തന്നെ കിടക്കാമായിരുന്നു. ഞങ്ങൾ ആ വീടും സ്ഥലവും നിലവും എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വെച്ചു. ചില ആൾക്കാർ നമ്മൾ വീടും സ്ഥലവും എല്ലാം വിട്ടിറങ്ങി. ചില ആൾക്കാർ ഇതൊന്നും വിടുകയില്ല, ഞാനെല്ലാം ചപ്പൊന്നും ചവർന്ന് വെണ്ണുന്ന ആളാണ്. പക്ഷേ അവർ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അലമാര നിറച്ച് അമ്മച്ചിയിലെ, അമ്മുമ്മയിലെ, അപ്പൂപ്പൻ്റെ, മന്ത്രവാദിയിൽ വരെ സാധനം കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രസംഗമൊക്കെ അറിയാം, ഞാൻ ചപ്പൊന്നും ചവർന്നും എല്ലാം എണ്ണിക്കളഞ്ഞു. ഉച്ചം തലയിൽ ഞാൻ തേങ്ങ കൊണ്ട് ഇടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പല ആൾക്കാരെ. നാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിൻ്റെ കേസും അല്ലേ. പ്രൈസല്ല. പണ്ട സ്വഭാവമായിരുന്നു ഞാൻ ചെയ്തനെ, തീർത്ത് കളഞ്ഞേനെ ചിലതിനെയൊക്കെ. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പിടിച്ചു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം വിശ്വാസം വേറെ, പ്രസംഗം വേറെ. ഭക്തിയുടെ വേഷം ധരിച്ച് വെള്ള തേച്ച ശവക്കല്ലറകളായിരിക്കുന്ന ആത്മീക ലോകം ഇന്ന് പകൽ അവരെ അല്ല ദൈവത്തിന് ആവശ്യം. കർത്താവ് പറയാണ്, ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യം എന്ന് പറയുന്നത് ജീവിതം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ജീവിക്കാൻ സാധിക്കുമോ? നിനക്ക് വിട്ടുകളയാൻ സാധിക്കുമോ? നിനക്ക് വിടാൻ സാധിക്കുമോ? ചിലതിനെ വിടാൻ നിനക്ക് സാധിക്കുമോ? ഞാൻ ചലഞ്ച് ചെയ്യാം. ഇന്ന് നീ വലുതെന്ന് പറയുന്ന ചിലതിനെ ചപ്പന്നും ചവറന്ന് എണ്ണ തൻ്റെ ഇടമുള്ള എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്. ഇന്ന് പകൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പക്ഷേ അടുത്ത ആരെങ്കിലും സമൂഹ വിവാഹം നടത്തണമെങ്കിൽ എൻ്റെ 23 സെന്റ് സ്ഥലം ഞാൻ തരാം. അവർക്ക് ആകപ്പാടെ ഉള്ള 23 സെന്റ് സ്ഥലം എന്ന് എന്നോട് പറയുകയാണ്. കുറെ നാൾ കൊണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് എനിക്ക് അത് കൈവശം വെക്കേണ്ട കാര്യമില്ല, ഞാൻ പാസ്റ്ററുടെ കൈ തരാൻ തയ്യാറാണ്. എല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവസാനം ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വേറെ എവിടെയെങ്കിലും പോകുന്നവരുമുണ്ട്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് നന്ദി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, നന്ദി ഉള്ളവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാം വിട്ടിറങ്ങി വരാൻ 2-3 ലോറി സാധനങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ച് ലോകം മുഴുവൻ കറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലാതെ വട്ടപൂജ്യമായി പോയിട്ട് വട്ടപൂജ്യമായി തിരിച്ചു വന്ന് നാട്ടുകാർ കളിയാക്കി വരാം. പക്ഷേ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചപ്പൊന്നും ചവർന്നും എണ്ണിയതുകൊണ്ട് ദൈവം കടക്കാരനല്ല, ദൈവം തിരിച്ച് മടക്കി തന്നുകൊണ്ടിരിക്കുക. രാജകീയമായ രീതിയിൽ മടക്കി തന്നുകൊണ്ടിരിക്കുക. ദൈവം കടക്കാരനല്ല, ദൈവം കടക്കാരനല്ല. ദൈവരാജ്യത്തിന് ചെയ്യുന്നവർക്ക് കടക്കാരനല്ല. നീ എന്തെങ്കിലും വിട്ട കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മകനെ പിടിച്ചുകൊണ്ട് ആത്മനിറവിൽ മോറിയ മലയിൽ കയറി ആരാധിച്ച അതേ സ്ഥലം ദൈവം കുറിച്ചു വെച്ചു. എന്നിട്ട് ദാവീദിന്റെ മകനായ ശലോമോനോട് പറഞ്ഞു, നീ ആലയം കെട്ടേണ്ടത് മോറിയ മലയിലാണ്.
കാരണം എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുസരിച്ച് സ്വന്തം മകനെ ബലി കൊടുക്കാൻ കയറി വന്ന എൻ്റെ അഭിഷിക്തൻ ആത്മനിറവിൽ ആരാധിച്ച് ഓപ്പണായി കിടക്കുന്ന ആ തുറക്കപ്പെട്ട സ്വർഗമാണ് മോറിയാമല. എനിക്കൊരാലയം പണിയണമെങ്കിൽ എന്നെ അനുസരിച്ച് ഇറങ്ങിയവൻ ആരാധിച്ച സ്ഥലത്ത് ചെയ്യണം. ഹല്ലേലൂയ. ഭീകരനായ ദൈവം, ഭയങ്കരനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതേ സ്ഥലത്ത് ആലയം പണിതു. ഒരാളല്ല കേട്ടോ, അന്ന് ഒരു കഴുതയല്ല, ആയിരക്കണക്കിന് കഴുതകളെയും കാളകളെയും ഹോമയാഗം കഴിച്ചവിടെ. ആയിരക്കണക്കിന് ജനങ്ങൾ ആത്മനിറവിൽ ആരാധിച്ച മോറിയ മല. എത്ര ജനം ഉണ്ടെന്നുള്ളതല്ല കാര്യം, എത്ര പേർക്ക് നല്ല മനസ്സുണ്ടെന്നുള്ളതാണ്. 1000 പേര് ഈ ആലയത്തിനകത്ത് കയറി വരുന്ന ആരാധിക്കുന്നതിലല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. സഹോദരി, തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. ഇപ്പം അർജന്റാണെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ തിരുവത്താഴം കഴിഞ്ഞിട്ട് പോവാം കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് 1000 100 പേരും ഇവിടെ ഞങ്ങൾ പോകും. ഞങ്ങൾ ഒരാളിനെ വെച്ചാണെങ്കിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവമുണ്ടല്ലോ, നല്ല വിശുദ്ധന്മാരെ അടുത്ത ലെവലിൽ അടുത്ത ആൾക്കാരെ പോകും. പ്രൈസ്. അതാണ് ഞാൻ പോകുന്നവൻ്റെ പുറകെ കാല് പിടിച്ച് പോകാനുള്ളവൻ. അങ്ങനെയുള്ളൊരു ഭാഷ അല്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. പോകുന്നവനെയൊക്കെ ദൈവം വെട്ടി ദൂരെ കളഞ്ഞെന്ന് വിചാരിച്ചിട്ട് അടുത്തവന് കർത്താവ് വരുത്തും. കാരണം മനുഷ്യനല്ല വലുത്, ദൈവമാണ് വലുത്. മനുഷ്യന്റെ പുറകെ കാല് പിടിച്ചു പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. നൃത്തം കൂടെ നിൽക്കുന്നവൻ കൂടെ നിൽക്കും. അടുത്ത റിവൈവൽ വെളിപ്പെടാൻ പോയ, അടുത്ത റിവൈവൽ വരാൻ പോയ. ആത്മനിറവിൽ ആരാധിച്ച ഈ സ്ഥലത്ത് വിശുദ്ധമായ ഭൂമിയിൽ ശക്തമായ ഒരു ഭക്ഷിപ്പ് വരാൻ പോകുന്നു. വലിയ വെളിപ്പാട് വരാൻ പോകുന്നു. വലിയൊരു ആരാധന വെളിപ്പെടാൻ പോകുന്നു. ദേശം പിടിക്കാൻ പോവുകയാണ്, പട്ടണം പിടിക്കാൻ പോവുകയാണ്. കുറിച്ചു വയ്ക്കുന്ന ദൈവം. ദൈവം നമ്മളെ എല്ലാ പരിപാടികളെയും കുറിച്ച് വെച്ച് അനുകരിക്കട്ടോ. ദൈവത്തെ ഭയപ്പെടുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവത്തിന് ഭയമുണ്ടോ നിനക്ക്? ദൈവത്തെ നീ ഭയപ്പെട്ടോ? നിന്റെ സകല പരിപാടികളും ദൈവം കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുക. 4ാം തലമുറ വരെ ദൈവം വിടുന്നവനല്ല. 1000 തലമുറ വരെ നിന്നെ ദൈവം അനുഗ്രഹിക്കും, നീ ദൈവത്തിന്റെ കൂടെ നിന്നാൽ. ഹല്ലേലൂയ. സ്തോത്രം. ഏത് ശാപവും പൊട്ടും. ദിവസം എഴുന്നേറ്റ് കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. കർത്താവ് പറയും, നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. നിന്റെ പാരമ്പര്യങ്ങൾ ഉടയണം. നിന്നെ ചുറ്റി വളഞ്ഞ് ഇട്ടിരിക്കുന്ന പൈശാചിക കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടണം. ശാപം പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പുതിയ നിയമത്തിനകത്ത് നീ ദൈവസ്നേഹം വ്യാപാരം ചെയ്യണം. ദൈവത്തിന്റെ സ്നേഹം നിന്റെ അകത്ത് വ്യാപാരം ചെയ്യണം. നീ ഉറച്ചു നിൽക്കണം. നീ ഞായറാഴ്ച ക്രിസ്ത്യാനിയായി മാറരുത്. ആരാധനകൾക്ക് ഓടി ചാടി കയറി വന്ന് ഓരോ ആരാധനകളിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങണം. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. കാരണം നീ എത്രത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ ഉറപ്പോടെ ആ ആവേശത്തോടെ നിൽക്കുന്നുവോ അത്രത്തോളം ആവേശം സ്വർഗത്തിൽ നിന്റെ വിഷയത്തിലുണ്ടാകും.